ഇന്ന് നടക്കുന്ന 5 രാജ്യങ്ങളുടെ സംഘർഷങ്ങളെപ്പറ്റി നാം ചിന്തിക്കും. 1 ഇസ്രായേൽ ഹമാസ്, 2 ഇസ്രായേൽ യമൻ, 3 ഇസ്രായേൽ സിറിയ, 4 ഇസ്രായേൽ ലെബനോൻ. ഇതെവിടത്തേക്ക് പോകുമെന്ന് ഇന്നത്തെ പത്രവാർത്തകളും അതുപോലെ തന്നെ പ്രവചനങ്ങളും അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഈ രാത്രിയിലെ പ്രഭാഷണം. 12 വാക്യങ്ങൾ ഈ രാത്രി വായിക്കും. 8 വാക്യങ്ങൾ കഴിയുമ്പോൾ ഒരിടവേളയിലേക്ക് പോകും. കുഞ്ഞുങ്ങൾ പാട്ടുപാടും. അവസാനം 4 വാക്യങ്ങൾ ഇന്നലത്തെ കണക്ക് വീണ്ടും വായിച്ച് നാം പാട്ടുപാടി ദൈവത്തെ ആരാധിക്കുമ്പോൾ ഷാർപ്പ് 9:35 ഈ രാത്രിയിലെ യോഗം അവസാനിക്കും. ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം എല്ലാ മക്കളും ഈ യേശോപ്പച്ചൻ്റെ രക്ഷിതാവായി സ്വീകരിക്കണം. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഒരിക്കൽ കൂടി കുന്നുവിളയോടും ഭണ്ഡാരക്കോണത്തോടും ഈ സത്യസുവിശേഷം പറയുന്നത്. ഇന്നലെ രാത്രി തുടക്കം മത്തായി 24:6-7 യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്ക്. ചഞ്ചലപ്പെട്ടു പോകരുത്. അത് സംഭവിക്കാനുള്ളത് തന്നെ. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. ഇതൊക്കെയും ഈറ്റുന്നവൻ്റെ ആരംഭം. ആസ്പദമായി 32 മാസമായി പോകുന്ന റഷ്യ ഉക്രൈൻ എവിടെ എത്തുമെന്ന് എസെക്കിയേൽ എഴുതി. എസെക്കിയേൽ 39:1-2 അല്ലയോ മനുഷ്യപുത്ര, നീ ഗോഗിനെ കുറിച്ച് വിളിച്ചു പറയേണ്ടത് രോഷ്, മേശക്, ടൂബൽ എന്നിവയുടെ പ്രഭുവായ ഗോഗി, ഞാൻ നിനക്ക് വിരോധം. റഷ്യയെ, ഞാൻ നിന്നെ താടിയലിൽ ചൂണ്ടൽ കൊളുത്തി. താജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ, തുർക്കൻമെനിസ്ഥാൻ, അസർബൈജാൻ, ഉക്രൈൻ വഴി അവസാനം നീ എത്തും. എവിടെ? ഇസ്രായേൽ പർവ്വതനിരകളിലെത്തും. അത് അന്തിമദിനം റഷ്യയും ഇസ്രായേലും. അതിനാസ്പദമായി കോവിഡിൻ്റെ മറവിൽ ലോകം 2 ചേരിയിലേക്ക്. അവരോടുകൂടെ ഒട്ടൊഴിയാതെ പരിചയം തലക്കോരിയും ധരിച്ച പാർസികൾ, റഷ്യയുടെ കൂടെ അഫ്ഗാനും ഇറാനും, കൂശ്യർ, എത്യോപ്യ, പൂത്യർ, ലിബിയ, ഗോമേർ, ജർമ്മനി ഒരുപക്ഷെ റഷ്യയുടെ കൂടെ ചേരും. വടക്കേറ്റത്തെ കർമാഗ്രഹം, അതാ തുർക്കിയിലെ തൊയ്ബർദോഗൻ, ഇന്നത്തെ ലോക സംഭവം. ഇവരെല്ലാം റഷ്യയുടെ നേതൃത്വത്തിൽ ഒരു പടയായി ഇസ്രായേലിന് നേരെ വരുന്ന കാലം, അതായത് ദിവസങ്ങൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇസ്രായേലിനോട് കൂടെ ആരൊക്കെ? എസെക്കിയേൽ 38:11-13 ശബയും ദദാനും യമനും ഏഡൻ രാജ്യവും തർശീശ് വർത്തകങ്ങൾ, അമേരിക്ക, ഫ്രാൻസ്, കാനഡ, ഓസ്ട്രേലിയ, ബ്രിട്ടൻ, ഇവരെല്ലാം ഇസ്രായേലിനോട് കൂടെ എപ്പോഴും നിൽക്കുന്നു. ബാലസിംഹം, അതിനാസ്പദമായി ഇന്ത്യ ഇന്ന് ഇസ്രായേലിൻ്റെ കൂടെ നിൽക്കുന്നു. അതുപോലെ ജപ്പാൻ, തൈവാൻ, സാമ്പത്തികമായിട്ട് ഒരു വിഷയമില്ലാത്ത രാജ്യങ്ങളാണ്. ഇവരെല്ലാം അവരുടെ കൂടെ നിൽക്കുന്നു. റഷ്യ ഇസ്രായേലിനെ ആക്രമിക്കും. കവർച്ചയിടുവാനോ കൊള്ളയിടുവാനോ മേൽത്തരമായ വസ്തുക്കളെയും കന്നുകാലികളെയും ആടുമാടുകളെയും കൊണ്ടുപോകാനോ നീ വരുന്നതെന്ന് ചോദിക്കും. ഇന്ന് മെഡിസിൻ വിദ്യാഭ്യാസമില്ല. റഷ്യയിലെ കമ്പനികൾ പൂട്ടുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, ഹോണ്ടയുടെ കാർ പ്ലാന്റ് വരെ തമിഴ്നാട്ടിൽ വരുന്നു. റഷ്യക്ക് പിടിച്ചു നിൽക്കാൻ 3 കാര്യം ആവശ്യമാണ്. 1 ധാതുലവണം, 2 ഗ്യാസ്, 3 പെട്രോളിയം. ഇത് 3 ഇസ്രായേലിലുണ്ട്. ലോത്തിൻ്റെ കാലത്ത് തീയിറങ്ങിയ ചാവുകടൽ, ആ ചാവുകടലിനകത്ത് ഇന്ന് ധാതുലവണം ഇഷ്ടം പോലെ ഉണ്ട്. മഗ്നീഷ്യം, സോഡിയം, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. 2 ലോകത്തിലെ ഏറ്റവും കൂടുതൽ നാച്ചുറൽ ഗ്യാസ്, പ്രകൃതിവാതകം ഇന്ന് ഖത്തറ. പക്ഷേ അതിൻ്റെ 4 ഇരട്ടി പ്രകൃതിവാതകം ഇസ്രായേൽ ഡിമോണയിലുണ്ട്. അത് റഷ്യക്കറിയാം. 3 ഏറ്റവും വലിയ എണ്ണ ഇസ്രായേലിനകത്ത് യാഫയിൽ കടലിനകത്ത് അനവധി എണ്ണക്കിണറുണ്ട്. അവരൊരു ചെറിയ രാജ്യമാണ്. അതുകൊണ്ട് അവർ തുറന്നിട്ടില്ല. 2 കിണർ മാത്രമേ തുറന്നിട്ടുള്ളൂ. അതിൻ്റെ പേര് ലവ്യാദാൻ, താമാർ. ഇനി കിണർ തുറന്നാൽ സൗദിയിലെ അരംഗോയേക്കാൾ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ എണ്ണക്കിണറിനേക്കാൾ കടലിൽ എണ്ണ കിടക്കുന്നത് ഇസ്രായേലിലാണ്. ഇതിനു വേണ്ടി റഷ്യ ഇസ്രായേലിനെ ആക്രമിക്കും. ഇസ്രായേലിൽ എണ്ണയുണ്ടോ? ആവർത്തനം 33:24 ഇന്നലെ ആശേറിനെ കുറിച്ചുള്ള പ്രവചനം. പുത്രസമ്പത്തിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൻ, നിന്റെ കാൽ എണ്ണയിൽ മുങ്ങട്ടെ. അതാ ഇസ്രായേലിൽ ക്രൂഡ് ഓയിൽ. അങ്ങനെയെങ്കിൽ ഈ കൂട്ടങ്ങളെല്ലാം ഒരുമിച്ച് ഇസ്രായേലിനെ ആക്രമിക്കാൻ വരും. ഇന്ന് ഇസ്രായേലിനെ താങ്ങി നിൽക്കുന്നത് അയൺ ഡോമ. ഇന്നലെ രാത്രി PMC, അതുപോലെ തന്നെ ഇലക്ട്രാ റഡാർ, അത് കഴിഞ്ഞിട്ട് ചാർജിങ് ലാഞ്ചിങ് യൂണിറ്റ്, ബാറ്ററി, ഇതെല്ലാം ഇന്നലെ രാത്രി ബൈബിളിനകത്ത് ഞാൻ പ്രതിപാദിച്ചു വന്നു. പക്ഷി ചുറ്റിക്കറന്ന് നിങ്ങളെ കാക്കുന്നത് പോലെ എൻ്റെ ജനമായ യെരൂശലേമിനെ ഞാൻ കാക്കും. യെശയ്യാ 31:5. അങ്ങനെയെങ്കിൽ അന്തിമദിനം എവിടത്തേക്ക് വരുമെന്നറിയാമോ? ഇസ്രായേലിലേക്ക്. മത്തായി 23:37 യെരൂശലേമേ, യെരൂശലേമേ, നിൻ്റെ അടുക്കൽ വന്നവരെ കല്ലെറിയുകയും പ്രവാചകന്മാരെ തള്ളിപ്പറയുകയും ഇങ്ങനെ ചെയ്തൊരു ജനമായ യെരൂശലേമേ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ മറച്ച് കാക്കുന്നത് പോലെ നിൻ്റെ മക്കളെ മറച്ച് കാക്കാൻ എനിക്ക് മനസ്സായിരുന്നു, നിനക്കോ മനസ്സിലായിരുന്നു. അതാ അന്തിമയുദ്ധം. അങ്ങനെയെങ്കിൽ ആ യുദ്ധം നടക്കണമെങ്കിൽ ഇവിടെ ഒരു സംഭവം നടക്കണം. അതിനാസ്പദമായി യെരൂശലേമിന് നേരെ റഷ്യ വരണം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാൻ്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ മരണത്തിൻ്റെ വിലാപയാത്ര നടക്കുമ്പോൾ ഇങ്ങനെയൊരു ഭാഗം അറബ് ലീഗ് പറഞ്ഞു, ഇനി നമ്മളെ റഷ്യ നയിക്കും. അങ്ങനെയെങ്കിൽ
റഷ്യ ആഗോളപരമായി ഒരു ലീഡർഷിപ്പിലേക്ക് അറബ് ലീഗിൻ്റെ വരുന്നു. ബൈബിളിനകത്ത് എഴുതിയിട്ടുണ്ട്, എസെക്കിയേൽ 38:7-8, നീ അവർക്ക് മേധാവിയായിരിക്കും. റഷ്യ ഏറിയ നാൾ കഴിഞ്ഞിട്ട് നീ സന്ദർശിക്കപ്പെടും. എവിടെ വെച്ച് യുദ്ധം വാളിനൊഴിഞ്ഞു പോകുന്നതും പല ജാതികളിൽ നിന്ന് ശേഖരിക്കപ്പെട്ടതുമായ ഒരു ദേശത്തേക്ക് ഇന്നത്തെ സംഭവം ഒടുക്കം വന്നു ചേരും. നിരന്തര ശൂന്യമായി കിടന്ന ഇസ്രായേൽ പർവ്വത നിരകളിൽ. എന്നാൽ ആ യുദ്ധം വരുമോ? എസെക്കിയേൽ ഇന്നലെ വീണ്ടും വായിച്ചു കുഞ്ഞു, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ മകുടം നീക്കി കിരീടമെടുത്ത് കളഞ്ഞ് താഴ്ന്നതിനെ ഉയർത്തും, ഉയർന്നതിനെ താഴ്ത്തും. ഗുജറാത്തിലെ തട്ടുകടയിൽ ചായ ഒഴിച്ച മോഡി സാർ 3ാമത് ടൈം ഇന്ത്യയുടെ പ്രധാനമന്ത്രി. കണ്ണൂരിലെ ചെത്തുതൊഴിലാളി കുടുംബത്തിൽ നിന്നിറങ്ങി വന്ന സഖാവ് പിണറായി വിജയൻ 2ാമത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. അധകൃത കുടിലിൽ നിന്ന് എഴുന്നേറ്റ് വന്ന ദ്രൗപദി മുർമു ഇന്ന് ഇന്ത്യയുടെ പ്രസിഡന്റ്. മുൻ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ് ഒരു പിന്നോക്ക കുടുംബം. കൊടിവൂരിലെ നാരായണൻ ചേട്ടൻ ഇന്ത്യയുടെ പ്രസിഡന്റായി. അതിനുശേഷം അമേരിക്കയിൽ വൈറ്റ് ഹൗസിൽ ബ്ലാക്ക് മാൻ ബരാക് ഒബാമ, ബ്രിട്ടനിൽ ഋഷി സുനക്. ഈ ഭരണകൂടങ്ങളെല്ലാം മാറി മറിയും. അതെല്ലാം കുന്നുവിള കാണുമ്പോൾ വീണ്ടും എസെക്കിയേൽ പറയുന്നു, ഉന്മൂലനാശം 1ാം ലോകമഹായുദ്ധം, വീണ്ടും ഉന്മൂലനാശം 2ാം ലോകമഹായുദ്ധം, 3 ഇനി വരുന്നു 3rd വേൾഡ് വാർ, ഉന്മൂലനാശം. അതിനോടനുബന്ധിച്ച് ഇന്നലെ വായിച്ച് സഹായിച്ചു. അതിനു മുൻപ് അവകാശമുള്ളവൻ തൻ്റെ മക്കളെ ചേർക്കുവാൻ മധ്യാകാശത്തിൽ വരും. ഇന്നലെ വരാത്തവർക്ക് ഇത് ഓൺലൈനിൽ റെഡ്വി മീഡിയയിൽ കിട്ടും, ഇതെല്ലാം കാണാം. അതുകൊണ്ട് ഇന്നലെ രാത്രി 2 വാതിലുകളെ പറ്റി പരിചയപ്പെടുത്തി. മത്തായി 23, മത്തായി 7:8, ഇരുട്ടിൽ ഇടുക്കുവാതിലൂടെ കടപ്പയും. ഇടുക്കുവാതിലൂടെ കടക്കുന്നവൻ ഭാഗ്യവാന്. കഷ്ടത്തിൻ്റെയും കണ്ണുനീരിൻ്റെയും കയ്പ് കാടിയും കൊടുത്ത് ഇടുക്കുവാതിലൂടെ കടക്കുന്നവൻ നിത്യജീവനെ പ്രാപിക്കും. നാശത്തിലേക്കുള്ള വാതിൽ കള്ളുകുടി, കഞ്ചാവ്, മയക്കുമരുന്ന്, ലോകത്തിൻ്റെ മോഹങ്ങൾ, തട്ടിപ്പ്, വെട്ടിപ്പ്, വഴി വിശാലം. അതിൽ കടന്നു പോകുന്നത് അനവധി പേരാ. ബുദ്ധിമാന്റെ യാത്ര മേൽപോട്ടാകുന്നു, അവൻ്റെ കീഴെ പാതാളം വിട്ടൊടിഞ്ഞിരിക്കുന്നു. ഇന്നലെ രാത്രി അത് പറഞ്ഞപ്പോൾ 1ാം ദിന സന്ദേശം അവസാനിച്ച് ഒരിക്കൽ കൂടി ഇന്ന് രാത്രി കുന്നവിളയിലെയും പണ്ടാളക്കോണത്തെയും ദൈവമക്കളോട് ദൈവത്തിൻ്റെ ദാസനാകുന്ന ഞാൻ ലോക സംഭവങ്ങൾ നിങ്ങളുടെ മുൻപിൽ ബൈബിളിലെ പ്രവചനങ്ങൾ നിവർത്തിക്കൊണ്ട് ഒരു രാത്രി കൂടി പറയുന്നു. കാലം അതിൻ്റെ അന്ത്യത്തിൽ, യുഗം അതിൻ്റെ പരിസമാപ്തിയിൽ, ദിനങ്ങൾ അതിൻ്റെ കടശി ദിനങ്ങളിലേക്ക് ഒരു ഘടികാരത്തിലെ സൂചി ചലിക്കുന്നത് പോലെ അന്ത്യകാല സംഭവങ്ങൾ കാണുമ്പോൾ, കണ്ണിന് മുൻപിൽ ഇന്നത്തെ ലോക കാര്യങ്ങൾ നിങ്ങളുടെ ബൈബിളിലും മീഡിയയിലും കാണുമ്പോൾ, ഇന്ന് രാത്രി അകത്തളത്തിനകത്ത് കൃപ പ്രാപിച്ച ദൈവമക്കൾ മണ്ണാകുന്ന മായി വിട്ട് അനന്തനിത്യയുടെ കവാടങ്ങൾ തുറക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രതിഫലവുമായി മധ്യാകാശത്തിൽ കാന്തന്റെ കാഹളം വിളിച്ചൊടിക്കുമെന്ന ദൈവകുഞ്ഞുങ്ങൾ ഈ രാത്രിയും കൺവെൻഷൻ കൂട്ടങ്ങളിൽ പറയണം. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിവർന്ന് തലകളെ ഉയർത്തുകയും കാത്തിരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെ ചേർക്കുവാൻ 10,000 പേർ സുന്ദരനായി എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വെളിപ്പെടാറായി കുന്നുവിള പണ്ടാരക്കോണം. ദൈവ കുഞ്ഞുങ്ങളെ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. വായിക്കുന്നു ആമോസിന്റെ പ്രവചനം 4-ാം അധ്യായം 11-12 വാക്യങ്ങൾ. എല്ലാവർക്കും ബൈബിൾ തുറക്കാം. ഇത് പ്രവചന ഭാഗമാണ്, അതുകൊണ്ട് സ്പീഡിൽ പോയാൽ നടക്കത്തില്ല. ഇന്നത്തെ ലോക സംഭവം ഇസ്രായേലും. ആമോസ് 4:11-12 വാക്യങ്ങൾ. കുഞ്ഞു വയസ്സായ ചേട്ടയം, ദൈവം സോദോമിനെയും ഗോമറയും ഉന്മൂലനാശം ചെയ്തതുപോലെ, ഒരു തീ കത്തിച്ച് ഉന്മൂലനാശം ചെയ്തതുപോലെ ഞാൻ നിങ്ങളുടെ ഇടയിൽ ഒരു ഉന്മൂലനാശം വരുത്തി. അടുത്തത്, നിങ്ങൾ കത്തുന്ന തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട ഒരു കൊള്ളി പോലെയായിരുന്നു. എന്നിട്ടും നിങ്ങൾ, ഇവനാരെ അനുസരിക്കത്തില്ല, ആര് പറഞ്ഞാലും കേൾക്കില്ല. എന്നിട്ട് നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. ഈ വചനം കേട്ടിട്ട് ഒന്നും നീ എങ്കിലേക്ക് തിരിഞ്ഞില്ല. അതുകൊണ്ട് ഇസ്രായേലേ ഞാൻ ഇങ്ങനെ നിന്നോട് ചെയ്യും. ഇസ്രായേലിനോട് ചില കാര്യം സ്വർഗം ചെയ്യാൻ പോകുന്നു. അടുത്തത്, ഇസ്രായേലേ ഞാൻ ഇത് നിന്നോട് ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഇതായി രാത്രിയിലെ പ്രഭാഷണം. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾ സോദോമിന്റെയും ഗോമറയുടെയും മേൽ ഒരു ഉന്മൂലനാശം വരുത്തിയതുപോലെ ഇസ്രായേലിന്റെ പാളയത്തിനകത്ത് ഞാൻ ഒരു ഉന്മൂലനാശം വരുത്തി. കത്തുന്ന തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട ഒരു കൊള്ളി പോലെ ഞാൻ അവരെ വലിച്ചെടുത്തു. എങ്കിലും ഇവർ എങ്കിലേക്ക് തിരിഞ്ഞു വന്നില്ല. അതുകൊണ്ട് ഇസ്രായേലേ ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. കണ്ണുകൾ ഒരു നിമിഷം കൂടി മൂടാം. മഹത്വാനായ ദൈവത്തിന് സ്തുതി കരേറ്റാം. സ്തുതിക്കുമ്പോൾ
വീരനെ പോലെ ഇറങ്ങി വരുന്ന നല്ല കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ നടുവിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി വീട് തന്നിട്ടല്ല, കാറ് തന്നിട്ടല്ല. അനേകം പേർ ആശുപത്രിയിൽ കിടക്കയിൽ, അനേകം പേർ വെന്റിലേറ്ററിനകത്ത് രോഗത്തിൻ്റെ അവസ്ഥകളിൽ പലരും കിടക്കുമ്പോൾ അപ്പച്ച അമ്മച്ചി ഇന്ന് രാത്രി നമ്മളെ കൊണ്ടുവന്നത് ഒരു ഡോക്ടറുടെ കുറിപ്പടിയല്ല, ഒരു മരുന്നിൻ്റെ ബലമല്ല. അതിൻ്റെ അപ്പുറത്ത് അഗ്നിജ്വാലയ്ക്കെത്തോ കണ്ണുള്ളവൻ നമ്മളെ കാത്തതിനാൽ, നമ്മുടെ കുഞ്ഞുങ്ങളെ കരുതിയതിനായി ഇന്ന് രാത്രി ദൈവശക്തിയിലേക്ക് കടന്നു വരാം. ഇന്ന് രാത്രി ചതഞ്ഞ ഓട് ഉടയ്ക്കാത്ത നല്ല ദൈവം, പുകയുന്ന തിരിയെ കെടുത്താത്ത നല്ല ദൈവം, ആവശ്യഭാരങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുവാൻ കരുണാമയനായ ദൈവത്തിൻ്റെ കരം ഈ രാത്രി ചലിക്കുവാൻ എല്ലാ കണ്ണുകളും അടച്ചാട്ട്. അപ്പോസ്തല പ്രവൃത്തി 1 യേശു അവരോട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ വാഗ്ദത്തത്തിൻ്റെ ശക്തി പ്രാപിച്ചിട്ട് വേണം പട്ടണം വിട്ടുപോകുവാൻ. 2 അവർ പെന്തക്കോസ് പെരുന്നാൾ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നു. 3 അത് പകരപ്പെട്ട ശക്തിയുമായി 9-ാം മണി നേരം സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിൻ്റെ വാതിൽക്കലേക്ക് അവർ യാത്രയാകുന്നു. അമ്മയുടെ ഉദരം മുതൽക്ക് മുടന്തനായി ഒരുവനെ അവിടെ കൊണ്ടിരുത്തുമായിരുന്നു. അവന് രോഗസൗഖ്യമല്ല വേണ്ടത്. കഴിഞ്ഞ 3.5 വർഷമായി പള്ളി പ്രമാണിമാർ അവരെ കൊണ്ടിരുത്തത്തില്ല. അർത്ഥം യേശു വരെ സൗഖ്യമാക്കുക. പള്ളി പരീക്ഷകൾ വിചാരിച്ചൊരു കാര്യമുണ്ട്, ഇനി യേശു വരത്തില്ല, മരിച്ചു ഉയർത്തെഴുന്നേറ്റ് പോയി. ഈ ചെറുപ്പക്കാരനെ പള്ളിയുടെ വാതിൽക്കൽ കൊണ്ടുവന്നു. അവൻ ഈ പ്രാർത്ഥനാ സമയത്ത് ദൈവത്തിൻ്റെ ദാസന്മാർ ചെന്നപ്പോൾ പറഞ്ഞു, എനിക്ക് വല്ലതും തരണേ. ദൈവദാസന്മാർ കുനിഞ്ഞ് മുട്ടുമടക്കിയിട്ട് ആ സഹോദരനോട് പറഞ്ഞു, മോനെ, ഞങ്ങളുടെ കൈ പൊന്നും വെള്ളിയൊന്നുമില്ല, ഒന്ന് ഞങ്ങളുടെ കരങ്ങളിലുണ്ട്, ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ വലിയ നാമം ഇതാ ചെറുപ്പക്കാരുടെ കരങ്ങളിലേക്ക് കൊടുത്തപ്പോൾ ഒരു സംഭവം നടന്ന. മക്കളെ, എന്താ പരിശുദ്ധാത്മാവിൻ്റെ കൃപ അവൻ്റെ അകത്ത് ചലിക്കുവാൻ തുടങ്ങി. അവൻ്റെ കാലുകൾ ചലിക്കുവാൻ തുടങ്ങി, അവൻ്റെ കണ്ണുകൾ ചലിക്കുവാൻ തുടങ്ങി. മുടന്തനായി ഒരുവൻ തുള്ളിച്ചാടി എഴുന്നേറ്റതുപോലെ ഇന്ന് രാത്രി കൺവെൻഷൻ കൂട്ടങ്ങളുടെ അവസാന രാത്രി വചനശക്തി ഇവിടെ വെളിപ്പെടുമ്പോൾ മുടന്തായ കാലുകൾ, കുരുടായ കണ്ണുകൾ, പാപത്തിൻ്റെ അന്ധകാരങ്ങൾ മാറി ചില കുഞ്ഞുങ്ങൾ ഇന്ന് രാത്രി ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്ന രാത്രിയായി മാറട്ടെ. ഇടുക്കി മൂലമറ്റത്തൊരു ടർബൈൻ കറങ്ങുമ്പോൾ പരശുമയ്ക്കൽ ഒരു ലൈറ്റ് കത്തുമെങ്കിൽ അതിലും വേഗത്തിൽ സഞ്ചരിക്കുന്ന ദൈവത്തിൻ്റെ വചനം ഇന്ന് രാത്രി പട്ടണത്തിനകത്ത് മുഴങ്ങുമ്പോൾ ചില മദ്യപാനികൾ യേശുവിനെ കാണുവാൻ, ചില കുടുംബജീവിതം തകർന്നവർ ആലയത്തിൽ കടക്കുവാൻ ഇന്ന് രാത്രി മഹാദൈവത്തിൻ്റെ തിരുസാന്നിധ്യം ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിൽ വരുന്നതിനാൽ ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. കരുണാമയനെ നിത്യന നീതിമാനുമായി ഞങ്ങളുടെ ദൈവമേ സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി വേളയ്ക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. ഒരു രാത്രി കൂടി ഞങ്ങൾ തിരുപ്പാദ പീഠത്തിൽ കഴിഞ്ഞ 2 രാത്രി ഞങ്ങളെ അനുഗ്രഹിച്ച ദൈവ ദൂത സഞ്ജയവുമായി ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിൽ ഉലാവുന്നുവല്ലോ. ചാറാവുകളുടെ ചിറകടിയുടെ ശബ്ദം ഇന്ന് രാത്രി ഇവിടെ മുഴങ്ങുന്നതിനാൽ, ഊരിപ്പിടിച്ച വാളുമായി ദൂതന്മാർ ഇവിടെ കാവൽ ചെയ്യുന്നതിനാൽ, നിത്യതയുടെ വചന, ജീവന്റെ വചന, ജീവിപ്പിക്കുന്ന വചന, അസ്ഥികളെയും സന്ധികളെയും മജ്ജകളെയും തുളച്ചു കയറുന്ന ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രി ഇതിനകത്ത് വെളിപ്പെടുമ്പോൾ അത്ഭുത രോഗശാന്തിയുടെ കരം ഇവിടെ വെളിപ്പെടുന്ന രാത്രിയായി മാറട്ടെ. ഇന്ന് രാത്രി ഉത്സവത്തിന്റെ മഹാദിനമായി ഒടുക്കത്തെ നാൾ നാഥൻ ചൊല്ലി ദാഹിക്കുന്ന ഏവന് എൻ്റെ അടുക്കൽ വരട്ടെ. പണ്ടിക കൂട്ടങ്ങളുടെ കടസി നാളിൽ നാഥൻ ചൊല്ലുന്നത്, ആ ദാഹിക്കുന്ന ഏവനും എൻ്റെ അടുക്കൽ വരട്ടെ. തിരുവെടുത്ത് ചൊല്ലുന്നത് പോലെ എൻ്റെ അകത്തളങ്ങൾ വിശ്വസിക്കുന്നവൻ്റെ അകത്ത് ഇന്ന് രാത്രി ജീവജല നദി ഒഴുകട്ടെ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൻ്റെ നദി ഒഴുകട്ടെ. ഇന്ന് രാത്രി അത്ഭുത രോഗശാന്തിയുടെ നദി ഒഴുകട്ടെ. എല്ലാ അന്ധകാര കെട്ടുകളും ഇന്ന് രാത്രി ദേശം വിട്ടുപോകട്ടെ. മരുഭൂ പ്രയാണത്തിൽ അഗ്നിസർപ്പത്തിൻ്റെ ദംശനമേറ്റ ആയിരങ്ങൾ പട്ടു വീഴുമ്പോൾ മോശ പിച്ചള സർപ്പത്തെ ഉയർത്തിയപ്പോൾ അതുകൊണ്ട് ഇസ്രായേൽ പാളയം രക്ഷ പ്രാപിച്ചതുപോലെ 2024 കുന്നുവിള കൺവെൻഷൻ ക്രൂശിക്കപ്പെട്ട നാഥനെ ഇന്ന് രാത്രി കൂടി ഞങ്ങൾ ഉയർത്തുമ്പോൾ ആയിരങ്ങൾ യേശുവിനെ കാണുക, പട്ടണത്തിനകത്ത് ഒരു ഉണർവ് വ്യാപരിക്കുക, അന്ധകാര കെട്ടുകൾ തകരുക, അത്ഭുത രോഗശാന്തിയുടെ കരം ഇന്ന് രാത്രി വെളിപ്പെടുക. ഞങ്ങൾ ഒരിക്കൽ കൂടി തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ പിൻപിലായിരിക്കുന്ന എല്ലാവരെയും കാക്കണം. അപ്പച്ചന്മാർ, അമ്മച്ചിമാർ, കൊച്ചുമക്കളെല്ലാം കടന്നു വന്നിട്ടുണ്ട്. പിതാവേ, വേദനയോടെ വന്ന കുഞ്ഞുങ്ങളുടെ വേദനകൾ ഈ രാത്രി അങ്ങ് മാറ്റി കൊടുക്കണമേ. ആരെങ്കിലും ഭാരവുമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഭാരത്തിൻ്റെ കെട്ടുകളെ അഴിച്ചു കൊടുക്കണമേ. ഒരു വലിയ കള്ള കണ്ട് കെട്ടി മടങ്ങി പോകുന്നത് പോലെ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങി സ്വർഗരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് ഉതകുന്ന മൺപാത്രങ്ങളായി അവർ ഇന്ന് രാത്രി അഭിഷേകത്തോടെ ഗ്രൗണ്ട് വിട്ടു പോകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു രാത്രി കൂടി വചനവുമായി അടിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ പേരോ പ്രശസ്തിയോ ഡോക്ടറേറ്റോ ഈ രാത്രി ഉയർന്നു. നാഥൻ്റെ നാമം മാത്രം ഉയരണം. ശബ്ദം, വെളിച്ചം, പ്രകൃതി എല്ലാം കാക്കി കുഞ്ഞുങ്ങളെയും കുടുംബങ്ങളെയും ദൈവം അനുഗ്രഹിക്കുക. വിടുതലോടെ കടത്തി വിടും. മകത്വം പുകഴ്ചയും അങ്ങയ്ക്ക്. പ്രാർത്ഥന മാനിച്ചതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ ധന്യ നാമത്തിൽ തന്നെ ആമീൻ. കരമുയർത്തി കർത്തർക്ക് മഹിമയെ. ശക്തിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ട്. ഉണർവോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. കുന്നുവിളയിലെ ദൈവ കുഞ്ഞുങ്ങൾക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. സമാധാനത്തോടെ ബൈബിളിലേക്ക് പ്രവേശിക്കാം.
ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞു 31,171 വാക്യങ്ങൾ, 39 പഴയ നിയമഗ്രന്ഥങ്ങൾ, 27 പുതിയ നിയമപുസ്തകങ്ങൾ, 66 ഗ്രന്ഥങ്ങളുടെ സമാഹാര ഹോളി ബൈബിൾ, 1189 വാക്യങ്ങൾ വിശുദ്ധ ബൈബിളിനകത്ത്. പഴയ നിയമത്തിനകത്ത് 39 പുസ്തകങ്ങളുണ്ട്. 39 പുസ്തകങ്ങളുടെ പ്രത്യേകത ദൈവകുഞ്ഞുങ്ങൾ പഠനത്തോട് 5 ഭാഗങ്ങളായി പഴയ നിയമങ്ങൾ ന്യായപ്രമാണമെന്ന് വിശേഷിപ്പിക്കുന്ന ഉൽപ്പത്തിയും പുറപ്പാടും ആവർത്തനവും സംഖ്യയും ലേവിയും ഒക്കെ മോശയാൽ ചമയ്ക്കപ്പെട്ടു. മുന്നോട്ട് വരുന്ന ചരിത്ര പുസ്തകങ്ങൾ, അത് കഴിഞ്ഞ് സദൃശവാക്യങ്ങളും സഭാപ്രസംഗി ഇയ്യോബൊക്കെ നല്ല നല്ല കാര്യങ്ങളായി മാനവകുലത്തിന് വേണ്ടിയുള്ള നല്ല മൊഴിമുത്തുകൾ. സങ്കീർത്തനങ്ങൾ, കാവ്യഭാഗങ്ങൾ കഴിയുമ്പോൾ 17 പ്രവചനങ്ങൾ 5-ാം ഭാഗമായി പഴയ നിയമത്തിനകത്ത്. വിശുദ്ധ ബൈബിളിൻ്റെ പ്രത്യേകത പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ദൈവദാസന്മാർക്കെല്ലാം നോട്ട് ചെയ്യുക. 30% വരാൻ പോകുന്ന പ്രവചനങ്ങളാണ്. ഈ പ്രവചനത്തെ 3 ഭാഗങ്ങളായി ഈ സ്വർഗം കണ്ണിച്ചു വെച്ചിരിക്കുന്നു. വലിയ ഭാഗങ്ങൾ 3 എസെക്കിയേൽ പ്രവചനവും യെശയ്യാ പ്രവചനവും യിരെമ്യാ പ്രവചനവും. 2 മധ്യകാല പ്രവചനങ്ങൾ അഥവാ നടുവിൽ നിൽക്കുന്ന വരുംകാല പ്രവചനങ്ങൾ. 4 പ്രവചനങ്ങൾ. 1 ദാനിയേൽ, 2 ആമോസ്, 3 സെക്കര്യാവ്, 4 ഹോശയ്യ. അത് കഴിഞ്ഞ് തുലോൻ ചെറിയ പ്രവചനങ്ങൾ. വിശുദ്ധ ബൈബിളിൽ അനവധി പ്രവചനങ്ങളുണ്ട്. അതിൻ്റെ പേര് ഹബക്കൂക്കുണ്ട്, യോവേലുണ്ട്, നഹൂമുണ്ട്, മീഖയുണ്ട്, അത് കഴിഞ്ഞ് ഒബദ്യാവുണ്ട്. ഇതെല്ലാം മലാക്കി, ഇത് അവസാന പ്രവചനം. ഇന്ന് രാത്രി കുഞ്ഞ് വായിച്ച് സഹായിച്ചത് ആമോസിൻ്റെ പ്രവചനം. ഇന്നേക്ക് 2650 കൊല്ലം, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ജനനത്തിന് പിറകിൽ 650 കൊല്ലം മുമ്പ് തെക്കോവയിൽ ആട്ടിടയനായ ആമോസിനോട് ദൈവം സംസാരിച്ചത് ആമോസിൻ്റെ പ്രവചനം. പഴയ നിയമത്തിലെ 30-ാമത്തെ പുസ്തകമാണ് ആമോസിൻ്റെ പ്രവചനം. 246 വാക്യങ്ങൾ ആമോസിൻ്റെ പ്രവചനത്തിനകത്ത്. 9 അധ്യായങ്ങളെ ദൈവം ഇതിനകത്ത് ആമോസിന് പകർത്തി കൊടുത്തു. 1-ാമത്തെ അധ്യായം ഇസ്രായേലിൻ്റെ മേൽ വരുന്ന ന്യായവിധി. 2-ാമത്തെ അധ്യായം മോവാബിൻ്റെ മേൽ വരുന്ന ന്യായവിധി. 3 പാപം ചെയ്ത ഇസ്രായേൽ. 4 അകൃത്യം ഇസ്രായേലിനകത്ത്. 5-ാമത്തെ കാര്യം ഇസ്രായേൽ ജനം നിലവിളിക്കുന്നു. 6 വെട്ടുക്കിളി ഇസ്രായേലിനെ വെട്ടുന്നു. 7 പച്ചപ്പുഴു അതിനെ നഴിക്കുന്നു. അത് കഴിഞ്ഞ് 8-ാമത്തെ കാര്യം ഒരു കൂട്ട പഴത്തിൻ്റെ ദർശനം, ഇസ്രായേലിലെ മടങ്ങി വരവിൻ്റെ ചാൽ. 9-ാമത്തെ അധ്യായം നിർണായകമായ ഇന്ന് ലോകത്തിൽ സംഭവം. 9:9 ആമോസ് വിളിച്ചു പറയുന്നു, അരിപ്പ കൊണ്ട് അരിക്കുന്നത് പോലെ ഇസ്രായേൽ ജനത്തെ ലോകജാതികളുടെ ഇടയിൽ ഞാൻ അരിക്കും. ഒരു മണി പോലും ശേഷിക്കാതെ ഞാൻ അവരെ മടക്കി കൊണ്ടുവരും. അതാ ഇന്ന് രാത്രി ഇസ്രായേലിൻ്റെ മടങ്ങി വരവും അന്തിമ ദിനവും. എൻഡ് ഓഫ് ദ വേൾഡ്, ദ ലാസ്റ്റ് വാർ ഈസ് കമ്മിങ് ഓൺ ബേസ്ഡ് ഓൺ ഇസ്രായേൽ ഹമാസ്. അതിനെപ്പറ്റിയായിരിക്കും ഈ രാത്രി ശ്രദ്ധയോട് അതിനാസ്പദമായി ഞങ്ങളോട് ആമോസിൻ്റെ 4, 11, 12 തുടങ്ങിയത്. ഇതിൽ തന്നെ ഇന്ന് രാത്രി അവസാനിപ്പിക്കുക. മനസ്സിലാക്കേണ്ടത് എന്താ പറയുന്നത്? സോദോമിൻ്റെയും ഗോമോറയുടെ മേൽ ഞാൻ ഒരു ഉന്മൂലനാശം വരുത്തിയതുപോലെ ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ ഞാൻ ഒരു ഉന്മൂലനാശം വരുത്തി. കത്തുന്ന തീയിൽ നിന്നൊരു കൊള്ളി വലിക്കപ്പെട്ടതുപോലെ നിങ്ങൾ വലിച്ചെടുക്കപ്പെട്ടു. എങ്കിലും സർവശക്തൻ്റെ വാക്കനുസരിക്കാത്തത് കൊണ്ട് നിങ്ങൾ നിലവിളിക്കുന്ന കാലം വരാറായി. കടക്കാം എവിടെ? ഇനി ഒരു ചെറിയ കഥയിലേക്ക് പോകാം. AD 30 യേശുവിൻ്റെ ക്രൂശീകരണം, കാൽവറിയിലെ ക്രൂശീകരണം. 5 കോടതികൾ 7 പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചു. പീലാത്തോസിൻ്റെ അരമനയിൽ ഒരു കൂട്ടിൽ യേശു, മറ്റേ കൂട്ടിൽ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു, മറ്റേ കൂട്ടിൽ ബറബാസും. യഹൂദ പരീക്ഷകൾ നിലവിളിച്ചു പറഞ്ഞു, അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്ന് ഭവിക്കട്ടെ. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് പാപത്തിൻ്റെ പരിഹാരത്തിനായി, മാനവകുലത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരകനായി ക്രിസ്തുവാകുന്ന കുഞ്ഞാട് അറുക്കപ്പെട്ടു. AD 30 ശേഷം യഹൂദന് ചെറിയ പീഡയുണ്ടായി. AD 70 ആയപ്പോൾ യഹൂദൻ ചിതറാൻ തുടങ്ങി. ശാപം അവൻ ഏറ്റുവാങ്ങി. AD 135 ആയപ്പോൾ ലോകരാജ്യങ്ങൾ മുഴുവൻ അവൻ ചിതറി. എവിടെ? കൊച്ചി, മട്ടാഞ്ചേരി മുതൽ ആഫ്രിക്കയിലെ നൈജീരിയ വരെ യഹൂദൻ ചിതറി. 5 രാഷ്ട്രങ്ങളിൽ. കേരളത്തിൽ നല്ലൊരു ശതമാനം യഹൂദന്മാർ മട്ടാഞ്ചേരിയിലും കൊരട്ടിയിലും അങ്കമാലിയിലും ചാലക്കുടിയിൽ. നമ്മുടെ ബഹുമാനപ്പെട്ട ലീഡർ K. കരുണാകരൻ പണ്ട് മത്സരിച്ച ഒരു സ്ഥലമുണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് ഇപ്പോഴും ആ ബസ് പോകുന്നുണ്ട്. അതിൻ്റെ പേരാ മാള. മാള മലയാളമല്ല, സ്വോത്രം. മാള യഹൂദൻ്റെ ഭാഷയാണ്. മാ ഇലാഹ, അലയുന്ന യഹൂദൻ, അങ്ങനെ പേരിട്ടതാ മാള. നമ്മുടെ ലീഡർ കരുണാകരൻ മത്സരിച്ച സ്ഥലം. പല മലയാളികൾക്കും അറിയത്തില്ല. മാള മലയാളമല്ല, മാ ഇലാഹ. അങ്ങനെ ലോകത്തിലെല്ലായിടത്തും ഇവർ ചിതറിപ്പോയി. പല രാജ്യങ്ങളും അവരെന്തോ യഹൂദനെ ക്രൂരമായിട്ട് പീഡിപ്പിച്ചു. 60 ലക്ഷം പേരെ ഹിറ്റ്ലർ കൊന്നു കളഞ്ഞത്. അതിനുശേഷം പഴയ കാലത്തൊരിതുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ കുഷ്ഠവും ടൈഫോയിഡും അപകിത ഗർഭം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വന്നാൽ നാട്ടുകാർ യഹൂദനെ തല്ലിക്കൊല്ലും. അതിൻ്റെ അർത്ഥം മോക്ഷം കിട്ടും. മോക്ഷമേന്നുള്ള പാട്ടല്ല, മോക്ഷം കിട്ടും. എല്ലാ സ്ഥലത്തും അവനെ അങ്ങ് ചെയ്തറി. ബ്രിട്ടനിൽ അവന്മാർ ചെയ്തത്, ഇംഗ്ലീഷുകാർ യഹൂദൻ ചെയ്ത് അവനെ പച്ചയ്ക്ക് പെട്ടി. നമ്മുടെ പാറശാല മാർക്കറ്റിൽ നല്ല മട്ടനും ചിക്കനും തൂക്കിയിട്ടിരുന്നല്ല, യഹൂദൻ്റെ കാലും കൈ തൂക്കിയിട്ട് വിറ്റത് സ്വോത്രം. എന്നിട്ട് അവനെ കൊന്നിട്ട് അവൻ്റെ കൊഴുപ്പെടുത്ത് സോപ്പുണ്ടാക്കി. ഇതെല്ലാം നടക്കുക. 1867 നമ്മുടെ എഴുത്തുകാരനൊരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു യഹൂദൻ. അവൻ്റെ പേരാ തിയോഡർ ഹെർസൺ. ഇതെല്ലാം ചരിത്രത്തിലുണ്ട്. അവൻ സ്വോത്രം ഫ്രാൻസിൽ ഒരു പരേഡ് നടക്കുമ്പോൾ യഹൂദനെ പച്ചക്കിട്ട് അടിക്കുന്നുണ്ട്. അവൻ്റെ ഹൃദയം നുറുങ്ങി. അവൻ ഒരു യഹൂദനാണ്. അവൻ വന്ന് എന്തോ ചെയ്തു, ഇവരിന്ന് അങ്ങ് കരഞ്ഞു. സ്വോത്രം. ഒരു ബുക്ക് എഴുതി തുടങ്ങിയത് 14 പേജേ ഉള്ളൂ. പക്ഷേ 1897 30 വർഷം എടുത്ത് അവൻ്റെ കൊച്ചു ബുക്ക് പ്രിൻ്റ് എടുക്കാൻ. അവൻ അതിനകത്ത് എഴുതി, നമ്മൾ ദൈവത്തോട് മറന്നലിച്ചു, ഇപ്പം കിട്ടുന്നതെല്ലാം മേടിച്ചോളാം. സ്വോത്രം. പാലും തേനും പിടിക്കുന്ന കനാൻ ദേശത്തെ അബ്രഹാമിൻ്റെ തലമുറകൾ, മര്യാദയ്ക്ക് ജീവിക്കേണ്ടവന്മാരിപ്പം
പല്ലി, പാമ്പ്, ചെരുപ്പിൻ്റെ വാറ് ഇതെല്ലാം തിന്നേണ്ടി വന്നു. സ്വോത്രം. ഈ 897 ഒരു സംഘടന ഉണ്ടാക്കി, നമ്മളൊരു ചെറിയ സംഘടന ഉണ്ടാക്കുന്നുള്ളൂ. ആ സംഘടനയുടെ പേരായിരുന്നു സിയോൺ സംഘം. സിയോൺ സംഘത്തിന് ഒരു പ്രസിഡന്റിനെ തിരഞ്ഞെടുത്തു. അദ്ദേഹത്തിൻ്റെ പേരായിരുന്നു ഡോക്ടർ ചിയാം വൈസ്മാൻ. 14 പേജുള്ള പുസ്തകം എങ്ങനെ എത്തിയെന്നറിയത്തില്ല. ലോകരാജ്യങ്ങളിൽ ഇതെത്തി. യഹൂദൻ ഹിബ്രു ഭാഷ ഇത് വായിച്ച് കരയാൻ തുടങ്ങി. അതിനാസ്പദമായി ഒന്നാമതൊരു സംഭവം നടന്നു. 1910 ഒരു ചെറിയ പ്രശ്നം നടന്നു. ബൈബിളും പ്രവചനങ്ങളും. ലോകത്തിലെ 2 വൻശക്തികളാണ് ബ്രിട്ടൻ, അഥവാ സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടൻ, അതിൻ്റെ കൂടെ വേറെത്തിനുണ്ട് ജർമ്മനി. ഇവരുടെ 2 പേരെയും കീഴിൽ 2 രാജ്യങ്ങളുണ്ടായിരുന്നു. 1 ഓസ്ട്രിയ, 2 സെർബിയ. എല്ലാവരും കേൾക്കണം. ഓസ്ട്രിയയ്ക്കും സെർബിയയ്ക്കും ഇടയ്ക്ക് കളിക്കാവുള്ള പോലെ ഒരു അതിർത്തിയുണ്ട്. അതിനുശേഷം ആ സെർബിയയിലോട്ട് വന്നു. ഓസ്ട്രേലിയ രാജകുമാരൻ്റെ പേര് ഫെർണാണ്ടോ. അദ്ദേഹത്തെ ഫെർഡിനൻഡ് രാജകുമാരൻ ആരുമായി പോയെന്നറിയാമോ? ഭാര്യയുമായി എക്സിബിഷൻ കാണാൻ പോയി. മാർത്താണ്ഡത്തെ ഫ്ലവർ എക്സിബിഷൻ പോലെ. കളിക്കാവുള്ള ചെക്ക് പോസ്റ്റിലെത്തിയപ്പോൾ നാടൻ മലയാളം. ഇദ്ദേഹത്തിൻ്റെ വാഹനത്തിന് നേരെ ആക്രമണം ഉണ്ടായി. അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് അംഗരക്ഷകന് കല്ലേറിൽ പരിക്കേറ്റു. എന്നാൽ വിചാരിച്ച് ഇനി ഓസ്ട്രേലിയക്ക് പോകണ്ട, തമിഴ്നാട്ടിൽ കുടിത്തറ ആശുപത്രി കാണിക്കുന്നത് പോലെ സെർബിയയിൽ ആശുപത്രി കൊണ്ടുപോയി. അവിടെ അംഗരക്ഷകൻ ട്രീറ്റ്മെൻറ്റ് നടത്തിയപ്പോൾ രാജാവ് വാദക്കെ നിന്ന് ഒരു സൈന്യാധിപൻ ഇവിടുന്ന് വന്നൊരു കുന്തം എടുത്ത് അവനെ കുത്തിക്കൊന്നു. അതാ 1-ാം ലോക മഹായുദ്ധം. ലോകം 2 ചേരിയിലായി. ബ്രിട്ടൻ ആരുടെ കൂടെയായി? ഓസ്ട്രിയയുടെ കൂടെ. സെർബിയ ജർമ്മനിയുടെ കൂടായി. അപ്പോൾ ബ്രിട്ടന് ജയിച്ചേ പറ്റൂ. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടൻ. ഇന്ത്യ വരെ ആ കാലത്ത് ബ്രിട്ടൻ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലം. ബ്രിട്ടനകത്ത് ചക്രവർത്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഡേവിഡ് ലാൻഷോർ. അവിടുത്തെ പട്ടാളത്തിൻ്റെ ചീഫായിരുന്നു ഡേവിഡ് അലൻബി. ആർതർ ബാൽഫോർഡ് അവിടുത്തെ ഗവർണർ. അവർ വിളിച്ചു പറഞ്ഞു, ആരാ? അന്ന് ബ്രിട്ടൻ്റെ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്, മാഞ്ചസ്റ്റർ സർവകലാശാല. മാഞ്ചസ്റ്റർ സർവകലാശാലയിൽ ഒരുത്തനുണ്ടായിരുന്നു. അവൻ്റെ പേരായിരുന്നു യഹൂദനായ സിയോൺ സംഘത്തിൻ്റെ പ്രസിഡന്റ് ചിയാം വൈസ്മാൻ. അവൻ ആദ്യം ഉണ്ടാക്കിയത് ഗ്രനേഡ. സെക്രട്ടേറിയറ്റിനകത്ത് പുക ബോംബ് എറിയുന്നത് പോലെ ഗ്രനേഡ് ഉണ്ടാക്കിയത്. പക്ഷേ അന്നൊരു സംഭവം നടന്നു. എല്ലാവരും കേൾക്കണം. ജർമ്മനിയുടെ കപ്പൽപ്പട നങ്കൂരം അടിച്ച് കിടക്കുക, രാമേശ്വരത്ത് കിടക്കുന്ന പോലെ. ബ്രിട്ടനോട് പറഞ്ഞ് 24 മണിക്കൂർ മുതൽ 48 മണിക്കൂർ സമയം കൊടിവെച്ച് നിങ്ങൾ താക്കുമെങ്കിൽ ഞങ്ങൾ യുദ്ധം ജയിച്ചതായി പ്രഖ്യാപിക്കും, നിങ്ങളെ ആരെയും കൊല്ലത്തില്ല. ഉടനെ ഡേവിഡ് ലോൻ ജോർജും അലൻബി അല്ല ഈ ചിയാം വൈസ്മാനെ വിളിച്ചു. കൊട്ടാരത്തിൽ വിളിച്ചിട്ട് പറഞ്ഞു, സഹോദര യഹൂദ, രക്ഷിക്കാൻ ഒരു മാർഗ്ഗമില്ല, നീ വിചാരിച്ചാൽ വല്ലതും നടക്കുമെന്ന് പറഞ്ഞു. സ്വോത്രം. അവൻ എന്ത് ചെയ്തു? ഗ്രനേഡ് പരീക്ഷണശാലയിൽ ഇരിപ്പുണ്ട്. അന്ന് രാത്രി മടങ്ങി വന്ന് ഒരു ഭാഗം വായിച്ചു. നമ്മുടെ കരങ്ങളിലിരിക്കുന്ന ബൈബിൾ. അതിനകത്ത് ഇന്നേക്ക് 3000 കൊല്ലങ്ങൾക്ക് മുമ്പ് ദേശത്ത് സുന്ദരനായ ഒരു പുരുഷനുണ്ടായിരുന്നു, ഇയ്യോബ്. ഇയ്യോബിനോട് സ്വർഗം കണ്ടുപിടുത്തങ്ങളിൽ ഒരു നിര കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഒരു കാര്യം ഞാൻ എഴുതി, നീ ഹിമത്തിൻ്റെ ഭണ്ഡാരം കണ്ടിട്ടുണ്ടോ? വായിക്കുന്നില്ല. ഈ 38, 22, 23. നീ ഹിമത്തിൻ്റെ ഭണ്ഡാരം കണ്ടിട്ടുണ്ടോ? പോരും പടയുന്നുള്ള നാളിലേക്ക് ഞാൻ അതുവരെ വെച്ചിട്ടുണ്ട്. കൽമഴയുടെ ഭണ്ഡാരം കണ്ടിട്ടുണ്ടോ? യഹൂദ ശാസ്ത്രജ്ഞനായ ചിയാം വൈസ്മാൻ ഐസ് ക്യൂബിനകത്ത് എന്താ ചെയ്തതെന്നറിയാമോ? ഗ്രനേഡുകളെ വെള്ളത്തിൽ കൂടെ ഒഴുക്കി വിട്ടു. കുഞ്ഞുങ്ങൾ റിമോട്ട് വെച്ച് ചാനൽ മാറ്റുന്നത് പോലെ പരീക്ഷണശാലയിൽ നിന്ന് റിമോട്ടിനകത്ത് നിന്ന് ഗ്രനേഡ് പൊട്ടിക്കാൻ തുടങ്ങി. എന്താ സംഭവിച്ചതെന്നറിയാമോ? ജർമ്മനിയുടെ കപ്പൽപ്പട മുഴുവനായി കടലിൽ തകർന്നു. ആദ്യം ജർമ്മനി കൊടി താഴ്ത്തി, ബ്രിട്ടൻ ജയിച്ചു. ബ്രിട്ടൻ്റെ ഹല്ലേലൂയ ചക്രവർത്തിമാർ എവിടെ പോയി? ഡേവിഡ് ലോയൻ ജോർജ് എല്ലാം കൂടെ ആരെ വിളിച്ചു? ചിയാം വൈസ്മാനെ കൊട്ടാരത്തിൽ വിളിച്ചിട്ട്, സഹോദരൻ, നീ ഒറ്റ ഒരുത്തനായി 1-ാം ലോകമഹായുദ്ധത്തിൽ ഞങ്ങളെ ജയിപ്പിച്ചത്, നിനക്കെന്തോ മറുപടി വേണം? ഞങ്ങളെപ്പോലുള്ള പാസ്റ്റർമാരാന്ന് പറഞ്ഞാൽ 40 സഭയും വേണം, ഇനോവയും വേണം, അമേരിക്ക വിസയും വേണം. ഒന്ന് സ്വോത്രം. ചിയാം വൈസ്മാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ സാറ്, ലോകത്തിൻ്റെ 5 വൻകരകൾ കൊച്ചി മട്ടാഞ്ചേരി മുതൽ ഞങ്ങൾ കിടക്കുക, ഞങ്ങൾക്കിന്ന് കാല് ചവിട്ടാൻ ഒരു ദേശമില്ല. അങ്ങനെയാണ് ബ്രിട്ടൻ ഒരു കാര്യം പറഞ്ഞു, തരാം. അന്ന് തുർക്കിയുടെ അധീനതയിലുള്ള ഫലസ്തീൻ്റെ പ്രവിശ്യയിൽ ആദ്യമായിട്ട് കോളനി വാസം. നമ്മുടെ ലൈഫ് മിഷൻ വീടടിക്കുന്നത് പോലെ യഹൂദൻ 1-ാമത് മടങ്ങി വന്നു. പച്ച മലയാളം. അതിൻ്റെ പേര് ആർതർ ബാൽഫോർഡ് ഡിക്ലറേഷൻ. അത്തിച്ചടി കുഴിച്ചു വെച്ചു. വചനം മനസ്സിലാകുന്നവർക്ക് ഈ രാത്രി, ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവ്, ലോകത്തിൻ്റെ അവസാനം, അടയാളം എന്തെന്ന് പറഞ്ഞു തരണം. യേശു പറഞ്ഞു, അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ, അതിൻ്റെ കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ വേനലെടുത്തുവല്ലോ. അങ്ങനെയെങ്കിൽ ഈ അത്തി തളിർക്കും, കൊമ്പിളതാകും. രണ്ടാമതായി ലോകം 2 ചേരിയിലേക്ക്. വചനം കൃത്യമായി 1939 മുതൽ 45 വരെ 2-ാം ലോകമഹായുദ്ധം. അന്ന് ബ്രിട്ടനൊക്കെ മാറി. ഇപ്പോൾ ആരാ ലോകത്തിലെ നേതാവ്? അമേരിക്ക. അതിൻ്റെ കൂടെ വേറൊന്നുണ്ട്, ജപ്പാനുണ്ട്. ജപ്പാൻ എങ്ങനെ തോൽപ്പിക്കാനൊന്നും കഴിയത്തില്ല. അന്ന് അമേരിക്കയിൽ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്. യൂണിവേഴ്സിറ്റിയുടെ പേര് ചിക്കാഗോ യൂണിവേഴ്സിറ്റി. അവിടെ ആറ്റത്തെ വിഭജിക്കുവാൻ ഒരു ശാസ്ത്രജ്ഞൻ പരീക്ഷണം നടത്തുന്നത്. അവൻ്റെ പേര് ടിക്കോ ബർമി യഹൂദൻ. ഒരാറ്റത്തിൻ്റെ 3 ഘടകമുണ്ട്. 1 പ്രോട്ടോൺ, 2 ന്യൂട്രോൺ, 3 ഇലക്ട്രോൺ. നാളുകളായി ഇവൻ നോക്കിയിട്ട് പറ്റിയില്ല. അവസാനം ഹാരിയസ് ട്രൂമാൻ പറഞ്ഞു, ജപ്പാൻ മുന്നേറുക, നമ്മൾക്ക് എങ്ങനെയെങ്കിലും ആറ്റം ബോംബ് ഉണ്ടാക്കണം. അപ്പോൾ അവൻ്റെ ചിന്ത കത്തി. 1-ാം ലോകമഹായുദ്ധത്തിൽ തൻ്റെ കൂട്ടത്തിൽ പിറന്ന ചിയാം വൈസ്മാൻ്റെ അകക്കണ്ണുകൾ തുറപ്പിച്ചത് ദൈവത്തിൻ്റെ വചനമെങ്കിൽ അവൻ നിരീശ്വരവാദിയായിരുന്നു. നിരീശ്വരവാദിയായി അവൻ വിചാരിച്ചു, നമുക്കിനി ബൈബിളിലേക്ക് പോകാം. അന്ന് രാത്രി വൈകിട്ട് അവൻ വായിക്കാൻ തുടങ്ങി ബൈബിൾ. സ്വർഗത്തിലെ ദൈവം അവൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിച്ചു. എവിടെ? 2 പത്രോസ് 3:10 എന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് പത്രോസിലേക്ക്. നിങ്ങൾക്ക് ഏവർക്കും അറിയാം 2 പത്രോസ് 3:10. കർത്താവിൻ്റെ ദിവസം കള്ളനെ പോലെ വരും, ആകാശം കൊടുപിടക്കത്തോട് ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥം കത്തും, ആറ്റം പൊട്ടും, ഭൂമിയും അതിലെ സകല
സകല പണികളും വന്നുപോ ഇവൻ്റെ ഉള്ളിൽ കത്താൻ തുടങ്ങി. ആരാ പത്രോസ്ലീഹ? നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കണം എന്താ പത്രോസ്ലീഹയുടെ പ്രത്യേകത. നിങ്ങൾക്കറിയാം, സുവിശേഷത്തിൽ മത്തായി, മർക്കോസ്, ലൂക്കോസിലൊക്കെ വരുമ്പോൾ ഗന്നസരേത്ത് തടാകം, അവിടെ യേശു ഒരു പരിശോധത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ആൾക്കാരെല്ലാം തിക്കി തിരക്കിക്കൊണ്ടിരുന്നു. സ്വോത്രം. നേരെ ശീമോൻ്റെ വലയാവും. അവൻ ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുക. അപ്പോൾ സ്വർഗം ചോദിച്ചു, കുഞ്ഞ് അങ്ങോട്ട് കയറി ഒന്ന് പ്രസംഗിക്കാനോ എന്ന് അവസരം തരുമെന്ന്. ശീമോൻ പറഞ്ഞു, നാദാ വരാമെന്ന് പറഞ്ഞു. സ്വോത്രം. ഒരുപാട് വലയായിട്ട് അവിടെ ആൾക്കാരുണ്ടായിരുന്നു. അതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? അമാരുടെ വല കഴുകത്തുമില്ല. പാവപ്പെട്ട ശീമോനാന്ന് രാവും പകലും നോക്കിയിട്ടൊരു മീനിൻ്റെ ഒരു സാധാരണ ഒരു കുഞ്ഞ് നെത്തോലി പോലും അവൻ്റെ വലയിൽ കയറിയില്ല. പക്ഷെ അവനെ കഴുകിക്കൊണ്ടിരുന്നു. പിന്നെ അവൻ ആവേശം ഉണ്ടായിരുന്നു. കഴുകുന്നതിൻ്റെ അർത്ഥം ഇന്ന് കിട്ടിയില്ലേലും നാളെ കിട്ടുമെന്ന്. സ്വോത്രം. അല്ലാതെ നമ്മുടെ ഈ ശംഖുമുഖത്തൊക്കെ പോയാൽ കണ്ടില്ലേ, വലയം വിട്ടിട്ട് അമ്മേനെ കൊച്ചുപീടി അടിച്ച് കടലയും കുറിക്കുന്ന അവൻ്റെ പടകിലൊന്നും കർത്താവ് കയറത്തില്ല. സ്വോത്രം. കർത്താവിനറിയാം നാളെ പറ്റി താല്പര്യമുള്ളവൻ്റെ ഒരു പടക്. ശീമോൻ പടക് വിട്ടുകൊടുത്തു. കർത്താവ് പറഞ്ഞു, കുഞ്ഞ് ഇച്ചിരി ദൂരോട്ട് നീക്കാൻ പറഞ്ഞു. അവിടെ ഒരു പ്രസംഗം അങ്ങ് നടത്തി. ഇടിപെട്ട് പ്രസംഗമായിരുന്നു. പ്രസംഗം കഴിഞ്ഞപ്പോൾ ശീമോനോട് കർത്താവ് ചോദിച്ചു, കുഞ്ഞ് നിൻ്റെ പ്രശ്നം എന്തുവാ? അപ്പോൾ ശീമോൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നാദാ, കടലിൽ മുക്കുവക്കുടലിൽ ഞാൻ ജനിച്ചു വളർന്നതാണ്. കടലിൻ്റെ ശാസ്ത്രം അറിയാവുന്നവനാണ്. രാവും പകലും വല ഇറക്കിയിട്ട് എൻ്റെ പടകിനകത്ത് ഒരു മീൻ പോലും കിട്ടിയില്ല. അപ്പോൾ സർവശക്തനായ നാഥൻ പറഞ്ഞു, സാധാരണ റബ്ബി അല്ലെന്നവനെ പിടികിട്ടിയാൻ പറഞ്ഞു, കുഞ്ഞ് ആഴത്തിലേക്ക് നിറക്കി നിൻ്റെ വലകളെ ഇറക്കാൻ പറഞ്ഞു. സ്വോത്രം. ഇന്ന് രാത്രി ആത്മാവിൽ ഒരു ദൂതേറ്റെടുക്കണം. ഒരുപക്ഷെ 1-ാം യാമവും 2-ാം യാമവും 3-ാം യാമവും നിൻ്റെ പടക് ഒഴിഞ്ഞതായിരിക്കും. എന്നാൽ ഇന്ന് രാത്രി നിൻ്റെ കുടുംബജീവിതമാകുന്ന പടക് കർത്താവിൻ്റെ കയ്യിൽ കരം കൊടുത്തുകൊണ്ട് അവൻ്റെ സന്ധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിച്ച് ആഴത്തിലേക്ക് വലയിറക്കുമെങ്കിൽ കഴിഞ്ഞ രാത്രി വരെ നിന്റെ പടക് ശൂന്യമായിരിക്കുമെന്നാൽ നാഥന്റെ വാക്ക് കേട്ട് വലയിറക്കിയവന്റെ പടകിനകത്ത് ഒരു പെരുത്തമീൻ കൂട്ട് ഇന്ന് രാത്രി പെട്ടെങ്കിൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, എൻ്റെ ദൈവം ആർക്കും കടക്കാരനല്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി നിന്റെ പടകിനകത്ത് കാഴ്ച പറ്റിയത് സാധാരണ ദൈവമല്ല. കടലിനെയും സമുദ്രത്തെയും പക്ഷി മൃഗാദികളെയും കടലിലെ മത്സ്യത്തേക്ക് ഉളവാക്കിയ സർവശക്തന്റെ പുത്രൻ കാഴ്ച പറ്റിയ പടക് അത് ഒഴിഞ്ഞ പടകല്ല. അവന്റെ വാക്കിന് മുൻപിൽ പെരുത്ത മീൻകൂട്ടത്തെ തരുവാ ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? 9 മാസം നിന്റെ മുൻപിൽ കഴിഞ്ഞു പോയി. ഇതുവരെ 9-ാം മാസം വരെ നിന്റെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം നടന്നില്ലെങ്കിൽ ഈ 12-ാം മാസം അവസാനിക്കുന്നതിന് മുമ്പ് 4-ാം യാമത്തിനകത്ത് പടകിനകത്ത് ഇറങ്ങി വന്ന് കാഴ്ചവട്ടെ. ഹല്ലേലൂയ. വചനത്തിന്റെ ധ്വനി കൊടുത്ത നാഥന്റെ വചനമേറ്റ് ആഴത്തിലേക്ക് വല എറിഞ്ഞവന്റെ ഹല്ലേലൂയ വലയ്ക്കകത്ത് ഒരു പെരുത്ത മീൻകൂട്ടം കയറിയതുപോലെ എൻ്റെ പ്രാർത്ഥനാ വിഷയത്തിനകത്ത് ഒരു മീൻകൂട്ടത്തെ എൻ്റെ കുടുംബത്തിനകത്ത് തരുവാ ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. വചനം ഏറ്റെടുക്കുന്നവർക്ക് ഈ രാത്രി എൻ്റെ ദൈവം ആരുടെയും കടക്കാരനല്ല. സംതിങ് ഈസ് ഹാപ്പൻഡ് ഇൻ ദിസ് മൊമെന്റ്. നാട്ടുകാർ പറയും നിന്റെ പടക് ശൂന്യമാ, വീട്ടുകാർ പറയും ഇതിനകത്ത് ഒന്നും കേട്ടത്തില്ല. ഒരുപക്ഷെ നീ പരിപാടി നിർത്തിപ്പോകാൻ നിന്റെ വേലക്കാർ പറയും. എന്നാൽ അതിൻ്റെ നടുവിലും കാത്തിരിക്കുവാൻ നീ തയ്യാറുണ്ടെങ്കിൽ നിന്റെ പടകിനകത്ത് ഒരുവൻ ഇറങ്ങി വരാൻ തയ്യാറാ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി ലോകം പറയും ഇമ്പോസിബിൾ ഇമ്പോസിബിൾ. എന്നാൽ ഇന്ന് രാത്രി സഹോദരി കരം ഉയർത്തി പറയണം, എൻ്റെ ദൈവത്താൽ സകലതും സാധ്യ. ഇന്ന് രാത്രി കരം ഉയർത്തുന്ന ദൈവമക്കൾക്ക് ഈ രാത്രി കൺവെൻഷൻ കൂട്ടങ്ങളുടെ അവസാന രാത്രി ഞാൻ നിന്നെ സഹായിക്കും. കുന്നവിളയിൽ ഇന്ന് രാത്രി ഭണ്ഡാരകോണത്ത് ഞാൻ നിന്നെ ശക്തീകരിക്കുക. എൻ്റെ നീതിയുടെ വലങ്കര നിനക്ക് വേണ്ടി വെളിപ്പെട്ട് ഇന്ന് രാത്രി ചേട്ടന്മാരും നാട്ടുകാരും വീട്ടുകാരും മാറും. എന്നാൽ മാറാത്ത ഒരുവന്റെ കര ഇന്ന് രാത്രി നിന്റെ പടകിനകത്തിറങ്ങിയ നിന്റെ ശൂന്യതകളെ മാറ്റി നിന്റെ സഹോദരങ്ങളുടെ മുൻപിൽ നിറയ്ക്കുന്ന കരുത്തുറ്റ കർത്താവിന്റെ കര ഈ ഞായറാഴ്ച രാത്രി ഇതിനകത്ത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. ഈ രാത്രി കരം ഉയർത്തുന്നവർക്ക് വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. വചനം കേട്ട് ഈ രാത്രി നീ ഇറങ്ങി തിരിച്ചാൽ നിന്റെ കുടുംബത്തിനകത്ത് നന്മയും കരുണയും ആയുഷ്കാലമൊക്കെ പ്രൊവൈഡ് ചെയ്യുക. പത്രോസിന്റെ പടകിനകത്ത് ഇറങ്ങിയ കരത്തിന്റെ വല്ലഭത്ത് എന്റെ കൺമക്ഷൻ കൂട്ടങ്ങളെ കടസി ദിനത്ത് എന്ന് രാത്രി ചലിക്കുന്ന രാത്രിയോ വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. അവൻ ആ പടകും വലയും വിട്ടു. നാഥൻ്റെ പുറകെ ഇറങ്ങി. ആ പുള്ളിക്കാരനെ എഴുതി ആറ്റം പൊട്ടുവന്നു. സ്വോത്രം. പരുത്തിപ്പാറ MG കോളേജിലും പോയില്ല, കാട്ടാക്കട കാട്ടാക്കട കിച്ചൻ കല്ലൂരിയിലും പോയില്ല. സ്വോത്രം. കേരള യൂണിവേഴ്സിറ്റിയിലും പോയില്ല. ആ വാക്ക് ആരെ ചലിപ്പിച്ചു? ചിക്കോ പെർമിയെ ചലിപ്പിച്ചു. അവ എല്ലാത്തിനെയും രാത്രി വിളിച്ചു കൂട്ടി. 80 ശാസ്ത്രജ്ഞന്മാരായിരുന്നു. എല്ലാത്തിനെയും വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, എടാ കുഞ്ഞുങ്ങളെ ബൈബിളിൽ ഞാനൊരു വാക്യമുണ്ട്, ആറ്റം പൊട്ടു വന്നു. സ്വോത്രം. അപ്പം ശാസ്ത്രജ്ഞന്മാർ 80 പേരൂടെ കൂടി. എന്നിട്ട് എന്ത് ചെയ്ത് അവരൊരു പരിപാടി ചെയ്ത് ഇതാ വചനം കത്തി ഇറങ്ങി. പ്രോട്ടോണും ന്യൂട്രോണും വെച്ചിട്ട് ഇലക്ട്രോൺ മാറ്റി ഇലക്ട്രിക് സപ്ലൈ ഇതിനകത്തോട്ട് അങ്ങോട്ട് കൊടുത്തു. പടപട ചിക്കാഗോ യൂണിവേഴ്സിറ്റി പൊട്ടി. ആറ്റത്തിൻ്റെ കണികകൾ പൊട്ടിത്തെറിച്ചു. തീ പിടിച്ചു. 40 ശാസ്ത്രജ്ഞന്മാർ മരിച്ചെന്ന അമേരിക്കയുടെ ചരിത്രം. 40 പേർ പുറത്തേക്ക് ഓടി. ലീഡർ ആരായിരുന്നു? ഹാരി ഇവൻ, നമ്മുടെ ചിക്കോ പെർമി. അവൻ ബൈബിൾ ഉയർത്തി
അമേരിക്കക്കാരോട് പറഞ്ഞു, ശാസ്ത്രം തോറ്റു, ബൈബിൾ ജയിച്ചു, ബൈബിളിനകത്ത് എഴുതിയ കാര്യം റെഡിയായി. അങ്ങനെ ആറ്റം ബോംബ് ഉണ്ടാക്കുന്നത്. ഇവിടുത്തെ പ്രിയ സുഹൃത്തുക്കളെ, സഖാക്കളെ കേൾക്കാം. 1945 ഓഗസ്റ്റ് 6-8 എനാഗുള വിമാന ബോക്സ് കാർ എവിടെ ഇറങ്ങിയെന്നറിയാമോ? ജപ്പാനിലെ ഹിരോഷിമയിൽ നാഗസാക്കിയിലും 1.5 ലക്ഷം പേരെ കൊന്നുകളഞ്ഞു. ആ സമയത്ത് അമേരിക്ക വിജയശ്രീലാണിതൽ. അമേരിക്കയുടെ പ്രസിഡന്റ് ഹാരി എസ് ട്രൂമാൻ ഈ യഹൂദനായിട്ട് കോബ്രമയോട് ചോദിച്ചു, സഹോദര, നീ ഒറ്റ ഒരുത്തനാണ് യുദ്ധം ചെയ്യിപ്പിച്ചത്, അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് വേണം? അപ്പം പറഞ്ഞു, ഞങ്ങൾക്ക് രാജ്യമില്ല, യേശുവിനെ ക്രൂശിക്കാൻ കൊടുത്ത ആകെ ഞങ്ങളിപ്പോൾ പരിപാടിയായി, നാട്ടുകാരിലായിട്ട് വഴി നീളം ഞങ്ങളെ തല്ലെറിയുന്നു, കല്ലുന്നു, അതുകൊണ്ട് ഞങ്ങൾക്കിപ്പം കഴിഞ്ഞ നാളുകളിൽ ബ്രിട്ടൻ 5-6 ഷെഡ് മാത്രമേ കൊടുത്തുള്ളൂ, രാജ്യം വരണം. അന്ന് യുണൈറ്റഡ് നേഷൻസ് ഉണ്ട്. യുണൈറ്റഡ് നേഷൻസ് അമേരിക്കക്കാർ പറഞ്ഞു, ഇവൻ കിടന്ന് ഇങ്ങനെ നിലവിളിക്കുക, എവിടെയെങ്കിലും രാജ്യം കൊടുക്കണം. ഉടനെ യഹൂദനോട് ചോദിച്ച്, ഇന്ത്യയിൽ ഇച്ചിരി പകത്ത് തന്നാൽ മതിയോ? അവർ പറഞ്ഞു, വേണ്ട, ബ്രിട്ടൻ്റെ അധീനതയിലാണ്. ഉടനെ പറഞ്ഞു, എല്ലാ സാമ്രാജ്യത്വങ്ങളാണ്. അതിനിടയ്ക്ക് ചോദിച്ചു, ഗൾഫ് രാജ്യങ്ങൾ ഇച്ചിരി വേണോ? വേണ്ട. അത് കഴിഞ്ഞ് ആഫ്രിക്ക വേണോ? കാനഡ വേണോ? നൈജീരിയ വേണോ? അപ്പോൾ അവർ പറഞ്ഞു, അവിടെ ഒന്നും വേണ്ട, ഞങ്ങളുടെ വല്യപ്പച്ചൻ അബ്രഹാം വന്ന് കാല് കുത്തിയ സ്ഥലം ഞങ്ങൾക്ക് തരണം. വചനം മനസ്സിലാകുന്നവർക്കായി. അങ്ങനെയാ 48 ഏപ്രിൽ 14 പെസഹ വ്യാഴം രക്തചന്ദ്രൻ. അത് 2 വർഷം പ്രസംഗ സമയമില്ല. ബ്ലഡ് മോൺ റിലേറ്റഡ് ടു ഇസ്രായേൽ. മെയ് 14 ഡേവിഡ് ബെൻഗൂറിയൻ കൊടി ഉയർത്തി. യേശുക്രിസ്തുവിൻ്റെ ജനനത്തിൽ 6 കാലുള്ള നക്ഷത്രത്തിൻ്റെ കൊടി ഇസ്രായേൽ ഉയർത്തിക്കൊണ്ട് ഡേവിഡ് ബെൻഗൂറിയൻ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ മടങ്ങി വന്നു, അത്തി തളിർത്തു. കരമുയർത്തുന്നവർക്കായി. ഇതാ അന്തിമ യുദ്ധത്തിലേക്ക്. അതുകൊണ്ട് ഇന്നത്തെ പത്രവാർത്തകളും ബൈബിളുമായിട്ടു അന്ന് ഇസ്രായേൽ സ്വാതന്ത്ര്യം കിട്ടി. ഇവിടെ ദൈവമക്കൾ മനസ്സിലായിക്കോണം, ഇനി ഒരവസരത്തിൽ ഇത് പറയത്തില്ല. അതുകൊണ്ട് 22,160 കിലോമീറ്ററായി ഇസ്രായേൽ. അതിൻ്റെ തൊട്ട് നടുവിൽ ഒരു സംഭവമുണ്ട്, 671 കിലോമീറ്റർ പലസ്തീൻ. അതിൻ്റെ അപ്പുറത്തൊരു ദ്വീപായിട്ട് പലസ്തീൻ ഉപദ്വീപ്, 671 കിലോമീറ്റർ കിഴക്കൻ ജെറുസലേം. അതിൻ്റെ ഇസ്രായേലിൻ്റെ തൊട്ടപ്പുറത്തൊരു സ്ഥലമുണ്ട്, 6,750 കിലോമീറ്റർ. അതിൻ്റെ പേരാ പലസ്തീൻ പ്രൊവിൻസ്. അതിനകത്ത് 4 സ്ഥലങ്ങളുണ്ട്, ശമരിയ, യഹൂദിയ, വെസ്റ്റ് ബാങ്ക്, അത് കഴിഞ്ഞിട്ട് റമല്ല. ഇതാ 4. അതുപോലെ ഇസ്രായേലിൽ ഇപ്പുറത്ത് മെഡിറ്ററേനിയൻ കടൽ, അവിടെ നമ്മുടെ പൂവാർ ഐലൻഡ് കിട്ടുന്ന ഒരു ദ്വീപ, ഗാസ മുനമ്പ്. അതാ അന്തിമ യുദ്ധം. 374 കിലോമീറ്റർ, 23,000 പേര്. യക്രോനുണ്ട്, അത് കഴിഞ്ഞിട്ട് റാഫയുണ്ട്, അത് കഴിഞ്ഞിട്ട് പിന്നെ സഗറുണ്ട്, ജാവലിയുണ്ട്. ഇത്രയും ഗാസയുടെ പ്രത്യേകത. ഇനിയുള്ള കാര്യങ്ങൾ ഇന്ത്യക്കാർ കേൾക്കണം, മലയാളി. 48 മെയ് 14 ഏപ്രിൽ 14 അദ്ദേഹം കൊടി ഉയർത്തിയിട്ട് മൈക്ക് കൂടെ ഞങ്ങൾ പ്രസംഗിച്ചുള്ളൊരു പ്രസംഗം അവിടെ ലോകരാജ്യങ്ങൾ കേട്ടു. ഹാം റേഡിയോയിൽ അദ്ദേഹം പറഞ്ഞ രാജ്യമുണ്ട്, ലോകത്തെ എല്ലാ രാജ്യങ്ങളും നമ്മളെ പച്ചക്കിട്ട് ചവിട്ടി, ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം മാത്രം നമ്മളെ ഉപദ്രവിച്ചില്ല, അതുകൊണ്ട് ഞങ്ങൾ മാറിയാലും നിങ്ങൾ ഇന്ത്യക്കാരെ മറക്കരുത്. സ്വോത്രം. അത് പറഞ്ഞിട്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ മുറിയിൽ, താമസിച്ച മുറിയിൽ, ഡേവിഡ് ബെൻഗൂറിയോൻ്റെ മുറിയിൽ ഒരു പിക്ചർ ഉണ്ടായിരുന്നു. ആ പിക്ചർ ഇന്ത്യൻ നമ്മുടെ സ്വാതന്ത്ര്യസമര സേനാനിയായിരുന്നു നമ്മുടെ ബാപ്പുജിയുടെ പിക്ചറായിരുന്നു. സ്വോത്രം അദ്ദേഹം വെച്ചിരുന്നത്. എന്നിട്ട് ഡേവിഡ് ബെൻഗൂറിയൻ പറഞ്ഞ് അടിയിൽ എഴുതിയിരിക്കുന്നു, എക്കാലത്തും അനുകരിക്കേണ്ട ഒരു നേതാവായിരുന്നു ബാപ്പുജി. നമ്മളെന്നേ മറന്നുപോയി. സ്വാതന്ത്ര്യം നേടി ആരാന്ന് പോലും ഇപ്പോൾ അറിയത്തില്ല. സ്വോത്രം. അവിടെ വരെ ഡേവിഡ് ബെൻഗൂറിയൻ. അത് കഴിഞ്ഞ് ഇസ്രായേലിൽ ഇന്ന് കുഞ്ഞുങ്ങൾ പഠിക്കുന്ന 9ാം ക്ലാസ്സിൽ ഒരു പുസ്തകമുണ്ട്. അതിനകത്ത് ചരിത്ര പുസ്തകത്തിൽ ഒരു പാഠമുണ്ട് ഇന്ത്യയെ പറ്റി. എത്ര കൊല്ലമായി? 48 മെയ് 14 സ്വതന്ത്രമായത്. 2028 വർഷമാകുമ്പോൾ 80 വർഷമാകാൻ പോവുക. സ്വോത്രം. അപ്പം ഇതുവരെ ആ പാഠപുസ്തകം മാറ്റിയില്ല. നമ്മളായിരുന്നു എന്നേ വേസ്റ്റ് പേപ്പറുകാരന് കൊടുത്ത് കാശാക്കിയാണ്. സ്വോത്രം. അവന്മാർ ഇന്നും പിള്ളേരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ ജനങ്ങൾ അറിയണം, ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യമാണ് നമ്മളെ ഇത്രയും കരുതിയത്. ബാക്കി എല്ലാവരും ചവിട്ടി മതിച്ചു. അതുകൊണ്ടാ ഇന്ന് ഇന്ത്യയെ ദൈവം കാക്കുന്നു. അബ്രഹാമിനോട് ദൈവം ഒരു കാര്യം പറഞ്ഞു, നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും. കരമുയർത്തുന്നവർക്കായി. സ്വോത്രം. അതുകൊണ്ടാ നിന്നെ ശപിക്കുന്നവനെ ശപിക്കും. അതുകൊണ്ട് എന്താ 48 അവർ സ്വതന്ത്രമായി. 57 1ാമത്തെ അടി തുടങ്ങി. 67 അറബ് ഇസ്രായേൽ വാർ. 6 ദിന യുദ്ധത്തിൽ യവൻ ജെറുസലേം പിടിച്ചെടുത്തു. അതായിരിക്കും ഈ രാത്രി അന്തിമ യുദ്ധത്തിലേക്ക്. അത് കഴിഞ്ഞ് പിന്നെ ഇസ്രായേൽ അനവധി ഭരണാധികാരികൾ വന്നു. എന്താ സംഭവിച്ചത്? 1970 ആയപ്പോൾ പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ, നല്ല സംഘടന, വളരെ സമാധാനമുള്ളൂ. അതിൻ്റെ നേതാവായിരുന്നു യാസർ അറാഫത്ത്. രാഷ്ട്രീയക്കാർക്കെല്ലാം അറിയാം. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാറുമായിട്ട് വലിയ ഇന്ദിരാഗാന്ധിയായിട്ട് നല്ല അടുപ്പ്. UN സമാധാനം നേടിയതായിരുന്നു യാസർ അറാഫത്ത്. അദ്ദേഹം ഭരണം ഇങ്ങനെ മാറി മാറി വന്നപ്പോൾ 1982 ആയപ്പോൾ 3 രാജ്യങ്ങളിൽ 3 ഗ്രൂപ്പ് ഇളകി വന്നു. അതിലൊന്നാ ഹമാസ്. അതാണ് പലസ്തീനിൽ വന്നത്. അത് കഴിഞ്ഞ് ലബനോനിൽ ഒന്ന് വന്ന് ഹിസ്ബുള്ള. അത് കഴിഞ്ഞിട്ട് യമനിൽ വന്നു ഹൂത്തി വിമതർ. ഇതെല്ലാം തുടങ്ങുന്ന പഠിക്കുന്ന കുഞ്ഞുങ്ങൾ. ഹിസ്ബുള്ള H, ഹൂത്തി വിമതർ H, അത് കഴിഞ്ഞിട്ട് ഹമാസ് H തുടങ്ങുന്നത്. പണ്ട് ഇറാനിൽ ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു. അവൻ്റെ പേരാ ഹാമാൻ. അഹശ്വേരോഷും ഹാമാനുമല്ല, അവനാണ് ഇസ്രായേലിലെ ഏറ്റവും കൂടുതൽ
വെട്ടിമുടിച്ചത്. ആ ഹാമാന്റെ പിന്തുടർച്ചയായിട്ട് വന്ന 3 പ്രോക്സിയ, ഹിസ്ബുള്ള, ഹമാസ്, ഹൂത്തി വിമതർ. ഹമാസിന് 2 പോരാളികളുണ്ടായിരുന്നു, അൽ-അക്സ ബ്രിഗേഡും അൽ ഖയ്യൂം ബ്രിഗേഡും. ഇതാണ് ഹമാസിന്റെ പോരാളികൾ. അപ്പോൾ തന്നെ ഹിസ്ബുള്ളയ്ക്ക് വേറെ, ഹൂത്തി വിമതർക്ക് വേറെ. 82 കഴിഞ്ഞപ്പോൾ പതിയെ ഹമാസ് തലപൊക്കി. 2 പലസ്തീനിലും ഗാസയിലും പിടിച്ചെടുത്തു. PLO പതിയെ മാറാൻ തുടങ്ങി. ഇസ്രയേലിനെതിരെ പോരാട്ടവും തുടങ്ങി. ഈ പോരാട്ടം എവിടെ വരും? ഒരു അന്തിമ യുദ്ധത്തിലേക്ക്. 1990 വരെ ഇന്ത്യക്ക് ഇസ്രയേലുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ലായിരുന്നു. 991 സ്വത്രം നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമിയുടെ വീട്ടിൽ ഒരു മേശയും 2 രസീത് കുറ്റിയായിട്ടാണ് ഇസ്രായേൽ എംബസി തുടങ്ങിയത്. സ്വത്രം അതുവരെ ഇന്ത്യക്കാർക്ക് ഇസ്രായേലിനോട് വലിയ ബന്ധമില്ലായിരുന്നു. അതിൻ്റെ ഇടയ്ക്കായി BJP-ക്കാർ കടന്നു വന്നപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ ഇസ്രായേലിൽ വഴി തുറന്നു. ഇസ്രായേലിൻ്റെ രാജ്യത്തിലേക്ക് പോയി. ഇന്ത്യയുടെ മരിച്ചുപോയ വിദേശകാര്യമന്ത്രി ജസ്വന്ത് സിംഗ് തിരിച്ച് ഇസ്രായേലിലെ പ്രധാനമന്ത്രി യഹൂദ് ഓൾമർട്ട് ഇന്ത്യയിൽ വന്നു. കാര്യങ്ങൾ മാറി മറിഞ്ഞു. സ്വത്രം ഇന്ന് മുഴുവൻ ഇസ്രയേലും ഇന്ത്യയും ഒരേ പാതയിൽ. അത്തിതളിർത്തു കൊമ്പിളതായി വേനലെടുത്തു. അങ്ങനെയെങ്കിൽ ഈ ഹമാസുമായിട്ടുള്ള വിഷയം നിങ്ങൾക്കേവർക്കും അറിയാം. കഴിഞ്ഞ ഒക്ടോബർ മാസം 7-ാം തീയതി നമ്മുടെ കൺവെൻഷൻ 1 വർഷം മുമ്പ് ലോകത്തെ ഞെട്ടിച്ച ഒരു സംഭവമായി. ഹമാസ് ഇസ്രയേലിനെ ആക്രമിക്കുന്നു. എവിടെ ബൈബിളിനകത്തുണ്ടോ തുടക്കം ഇതൊരു അന്തിമ യുദ്ധത്തിലേക്ക്. വായിച്ച് സഹായിക്കും കുഞ്ഞ്. ആമോസിന്റെ പ്രവചനം 2-ാം അധ്യായം 5-ാമത്തെ വാക്യം. എല്ലാവരും ബൈബിൾ തുറക്കണം. നിങ്ങൾ നോട്ട് ചെയ്താൽ നിങ്ങൾക്ക് നല്ലത്. ഇനി നെയ്യാറ്റിങ്കര പോയി ഇതാരും പ്രസംഗിക്കത്തില്ല. സ്വത്രം ഭയങ്കര പാടായി സബ്ജക്റ്റ് കേൾക്കാൻ. ആമോസ് 2:5 ദാ വരുന്നു. യഹൂദന്റെ നിലവിളി ഉയരും. വായിച്ചു മോളെ. ഞാൻ യഹൂദയിൽ ഒരു തീ അയക്കും. അത് യെരൂശലേമിലെ അരമനകളെ ദഹിപ്പിച്ചു കളയും. യെരൂശലേമിന്റെ അരമനകളെ ദഹിപ്പിച്ചു കളയും. അതാ ഒക്ടോബർ 7 കഴിഞ്ഞ വർഷം. എല്ലാവരും കേൾക്കണം. ഇനി ഒക്ടോബർ 7 യഹൂദൻ അനവധി പെരുന്നാളുണ്ട്. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ഓശാന പെരുന്നാൾ, പെസഹ പെരുന്നാൾ, പെന്തിക്കോസ് പെരുന്നാൾ, ആദിപലക്കറ്റയുടെ പെരുന്നാൾ. യഹൂദന്റെ അനുഗ്രഹിക്കപ്പെട്ട പെരുന്നാൾ. അവരുടെ ഭാഷ സൂക്കോത്ത്, അല്ലെങ്കിൽ ഹെബ്രുവിൽ സിംചത്ത് തോറ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ കേൾക്കണം. ഗാസയുടെ ബോർഡറിൽ എല്ലാ സമയവും കാവലുണ്ട് 400 പട്ടാളക്കാർ. നമ്മുടെ കോവിഡ് വന്നപ്പോൾ പാറശാല ഇഞ്ചിവിളയായിരുന്നു ചെക്ക് പോസ്റ്റ്. ഈ ചെക്ക് പോസ്റ്റിൻ്റെ പ്രത്യേകത എന്തായിരുന്നെന്നറിയാമോ? ഈ ചെക്ക് പോസ്റ്റ് കടന്നിട്ടാണ് നമ്മൾ പോകുന്നത്. അതുപോലെ 400 പട്ടാളക്കാരുണ്ടായിരുന്നു. അന്ന് സൂക്കോത്ത് പെരുന്നാൾ കഴിഞ്ഞ വർഷം ഒക്ടോബർ 7 റോഷ് ഹോഷന്നാബത്ത് സൂക്കോത്ത്. അന്ന് പലരും 360 പേര് ലീവ് എടുത്ത്. നമ്മുടെ ഓണത്തിനും പെരുന്നാളിലുമൊക്കെ പല ഉദ്യോഗസ്ഥർ സർക്കാരിൽ നിന്ന് ലീവ് എടുത്ത് നാട്ടിൽ പോകുന്നതുപോലെ 360 പേരിൽ ലീവ് എടുത്തു. 40 പേരേ ഉള്ളായിരുന്നു. അന്ന് പ്രഭാതത്തിൽ 3:30 മണി മുതൽ ഇസ്രയേലിനെതിരെ ഹമാസിൻ്റെ പോരാളികളുടെ ആക്രമണം നിങ്ങൾ കണ്ടു. 3000 റോക്കറ്റ്. പട്ടാപ്പകൽ ഉച്ചയ്ക്ക് ജനം പേടിച്ചോടി. 1300 പേരെ ഒറ്റയടിക്ക് അവരങ്ങ് കൊന്നുകളഞ്ഞു. പലരുടെ കഴുത്തു മറത്തു. ഇത് സാധാരണ അക്രമമല്ല. ഇത് ഹമാസ് മാത്രമല്ല. ഹമാസ് ഇത്രയും ക്രൂരകൃത്യം ചെയ്യത്തില്ല. ഇതിനകത്ത് ഹമാസുണ്ട്, ലബനോനുണ്ട്, സിറിയയുണ്ട്, അഫ്ഗാനിസ്ഥാനുണ്ട്, പാകിസ്ഥാനുണ്ട്. സ്വത്രം. അതുകൊണ്ടാണ് ഇസ്രായേലിലെ പ്രധാനമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്. വി ആർ അറ്റ് വാർ. ഞങ്ങൾ യുദ്ധത്തിൽ. കഴിഞ്ഞ 1 വർഷമായി. സ്വത്രം. മനസ്സിലാകുന്നവർക്കായി. അതുകൊണ്ട് അടി തുടങ്ങിയതേ ഉള്ളൂ. നാഗർകോവിൽ വണ്ടി വിട്ടതേ ഉള്ളൂ. ബാലരാമപുരമായിട്ടേ ഉള്ളൂ. സ്വത്രം. ഇതിനകത്ത് ഒരുപാട് പേരുണ്ട്. ഇത് ഒറ്റയ്ക്കല്ല. ഹമാസുണ്ട്, ഇറാനുണ്ട്, സിറിയയുണ്ട്, ലബനോനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇറാഖിലെ പുള്ളികളുണ്ട്. അത് കഴിഞ്ഞിട്ട് അഫ്ഗാനും പാകിസ്ഥാൻ IS തലയിറക്കുന്ന പുള്ളികളുമുണ്ട്. സ്വത്രം. അത് കണ്ടിട്ടാവും അവർ അടി തുടങ്ങിയത്. അങ്ങനെയെങ്കിൽ ഈ അടി ഉടനെ അവസാനിക്കുമോ? എവിടെ ഈ അടി? ഇന്ന് രാത്രി കേട്ടോണേ. എല്ലാവരും വളരെ ക്ലിയർ ആയിരിക്കണം. ഇസ്രയേൽ ഗാസ ബോർഡർ. നമ്മുടെ പാറശാല പോസ്റ്റ് ഓഫീസ് കഴിഞ്ഞാൽ കേരളത്തിലോട്ട് വരുന്ന ഭാഗം 1 കൊടവിളാകം, 2 നെടുവാൻവിള. അത് കഴിഞ്ഞിട്ട് നമ്മൾ വരുന്നത് നിലമാമൂട്, കാരക്കോണം. അത് കഴിഞ്ഞ് ചെറിയ കൊല്ല, പനച്ചിമ്മൂട്, വെള്ളറട. ഇതെല്ലാം കേരളം വരും. അപ്പുറത്തോട്ട് വന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. പളുകലുണ്ട്. അത് കഴിഞ്ഞ് കൊട്ടറക്കോണമുണ്ട്, പ്രാകലുണ്ട്, മഞ്ഞാലിമൂടുണ്ട്, മുക്കൂട്ടുകല്ലുണ്ട്, തൃപ്പരപ്പുണ്ട്. അത് കഴിഞ്ഞ് കളിയലുണ്ട്. ഇതെല്ലാം തമിഴ്നാട്. നിങ്ങൾ ചൊവ്വായിന്ന് വന്നത്, അതുകൊണ്ട് ഈ സ്ഥലം അറിയത്തില്ല. സ്വത്രം. ഇടയ്ക്കൊന്ന് പോകണം. സ്വത്രം. ഇതുപോലായിരുന്നു ഇസ്രയേലും ഗാസയുമായിട്ടുള്ളത്. അപ്പുറത്ത് ബോർഡർ. അങ്ങനെയെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ ഗാസയിൽ നിന്ന് ജനം കയറി വന്നു. ബൈബിൾ ഇനി ക്ലിയർ. ഈ യുദ്ധം എവിടേക്ക് പോകും? ആമോസിന്റെ പ്രവചനം 1:6-7 വാക്യങ്ങൾ ക്ലിയർ ആയിരിക്കണം. പ്രവചനം ഇത് നോട്ട് ചെയ്യണം. അടുത്ത ദിവസം പേപ്പറിൽ വരുന്ന വാർത്തകളും ഇതുമായിട്ട് ക്ലിയർ ആക്കാം. ആമോസിന്റെ പ്രവചനം 1-ാം അധ്യായം 6-7 വാക്യങ്ങൾ. കുഞ്ഞുമായി സഹായിച്ചേട്ടെ. അയ്യോ, ഞങ്ങളല്ല ഇവിടെ പ്രസംഗിക്കുന്ന പാസ്റ്റർമാരല്ല. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഗസയുടെ 3-4 അതിക്രമ നിമിത്തം ഗാസ ഇസ്രായേൽ
മൂന്നോ നാലോ അതിക്രമ നിമിത്തം അവർ ഏദോമിനെ ഏൽപ്പിക്കേണ്ടതിന് ബദ്ധന്മാരെ ആസകലം കൊണ്ടുപോയിരിക്കയാൽ ഞാൻ ശിക്ഷ വായിച്ചിട്ട് മോളെ ഞാൻ ശിക്ഷ മടക്കി കളകയില്ല. അത് അവിടെ നിൽക്കട്ടെ മോൾ, ഓടിപ്പോവല്. 2021 ഒക്ടോബർ 7-ാം തീയതി നടന്ന സംഭവം ഇന്ന് രാത്രി ഞങ്ങളുടെ ബൈബിളിനകത്ത് എല്ലാവരും വചനം മനസ്സിലാക്കണം. അതുകൊണ്ട് സ്പീഡിൽ ഞാൻ പോകാത്തത്. ഇസ്രയേൽ ഗാസ സംഘടന, ബൈബിളും ചരിത്രവും രാഷ്ട്രീയവും. 2003 ഒന്നാമത്തെ സംഘടന ഇസ്രയേൽ ഗാസ. അന്ന് 1500 പേര് മരിച്ചു. UN പറഞ്ഞു വെടിനിർത്താൻ സമാധാന കരാർ. 2007 രണ്ടാമത്തെ സംഘടന 1500 പേര് വീണ്ടും മരിച്ചു. രണ്ടാമത്തത്. മൂന്നാമത്തത് 2013 ഇസ്രയേൽ ഗാസ സംഘടന. അന്ന് 4500 പേർ മരിച്ചു. UN ജനറൽ സെക്രട്ടറി പറഞ്ഞു വെടിനിർത്താൻ. അങ്ങനെ അവർ കട്ടിച്ചു വെടിനിർത്തി. അത് കഴിഞ്ഞ് 2020 നാലാമത്തെ അതിക്രമ ഇസ്രയേൽ ഗാസ. അന്ന് മലയാളിയായ ഒരു പെൺകുട്ടി ഹമാസിന്റെ ഷെല്ലേറ്റ് മരിച്ചു. അവളുടെ പേര് ഇടുക്കിക്കാരി സൗമ്യ സന്തോഷ്. കരമുയർത്തുന്നവർക്കായി ഇസ്രയേലിനകത്ത്. ഇത് 4 എണ്ണം കഴിഞ്ഞതിന് ശേഷം കൊടുങ്കാറ്റിന് മുമ്പിട്ടുള്ള ഒരു ശാന്തതയായിരുന്നു. ലോകവും വിചാരിച്ചില്ല. ഇസ്രയേലിലെ വലിയ രഹസ്യാന്വേഷണ സംഘടന മൊസാദ് അവരും അറിഞ്ഞില്ല. 2021 ഒക്ടോബർ മാസം 7-ാം തീയതി രാവിലെ 3:30 മുതൽ ഉച്ചയ്ക്ക് 12 വരെ ഇസ്രയേലിന്റെ മണ്ണിനകത്ത് ശക്തമായ ആക്രമണം. അന്ന് നടന്നൊരു ഭാഗമായി കുഞ്ഞു വായിച്ചത് ഏകദേശം 200-ൽ പരം ഇസ്രായേലികള് ഹമാസ് ബന്ദികളാക്കി കൊണ്ടുപോയി. സ്വോത്രം. ആ ബന്ദികൾക്ക് വേണ്ടി അടി നടക്കുന്ന 100ഓളം പേർ മരിച്ചെന്ന് പറയുന്നു. കുറച്ചു പേരെ കിട്ടി. ബാക്കി ബങ്കറിനകത്ത്. ഇതാ ഞങ്ങളുടെ ബൈബിൾ. ഏദോമിനകത്തുനിന്ന് വീരന്മാരെ പിടിച്ചുകൊണ്ടുപോയി. കരമുയർത്തുന്നവർക്ക്. ഇതൊക്കെ അന്ത്യകാല പ്രവചനം. അടുത്ത വാക്കൂടെ വായിച്ചാട്ട് മോളെ. ഗാസ വായിച്ചാട്ടെ. ഞാൻ ഗസയുടെ മതിലിനകത്ത് ഒരു തീ അയക്കും. അതാ ഏഷ്യാനെറ്റിലെ വിനു. ഗാസ തീകോളം. മനോരമ തീകോളം. കൈരളി ചാനൽ ഗാസ തീകോളം. നിങ്ങളുടെ പത്രങ്ങളിൽ ഇറങ്ങിയ വാർത്തകൾ മുഴുവൻ ഒരു ദിവസത്തെ ഹെഡിങ് ആയിരുന്നു. ഗാസ തീകോളം. ഇന്ന് രാത്രി പണ്ടാരക്കോണത്തോട് ഞങ്ങൾ പറയുന്നു, വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയമെടുത്തു. ഗാസ എന്തുവാ, ഇസ്രയേൽ എന്തുവാ, പലസ്തീൻ എന്തുവാ, ഹമാസ് എന്തെന്ന് അറിയാത്ത കാലത്ത് 2600 കൊല്ലം മുമ്പ് തെക്കോവയിലെ ആട്ടിടയനായ ആമോസ് എഴുതി ഗാസ കത്തുമെന്ന്. കരമുയർത്തുന്നവർക്ക് ഇതെല്ലാം കാണുമ്പോൾ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, വരുവാനുള്ളവൻ വരും കാലം ഏറെയില്ല. വചനം ഏറ്റെടുക്കുന്നത് ഗാസ തീകോളം. അടുത്ത വാക്ക് വായിച്ചിട്ട് മോളെ. അത് അതിന്റെ അരമനകളെ ദഹിപ്പിച്ചു കളയും. ഈ യഹൂദൻ എന്താ ചെയ്തത്? ആശുപത്രി തകർത്തു. അൽ ജസീറയുടെ TV സ്റ്റേഷൻ തകർത്തു. അനാഥ മന്ദിരം തകർത്തു. സകലയിടത്തും ഹമാസിന്റെ പോരാളികളുടെ ബങ്കർ എന്ന് പറഞ്ഞ് സകലതും തകർത്തു. അതിന്റെ അരമനകളെ ദഹിപ്പിച്ചു കളയും. 1 വർഷവും 6 ദിവസവും കഴിഞ്ഞ് മക്കളെ നമ്മുടെ കൺവെൻഷൻ നടക്കുമ്പോൾ ഇത് തീരത്തില്ല. ഇതൊരു അന്തിമ ദിനത്തിലേക്ക് പോകുന്ന. അടുത്ത വാക്ക് വായിച്ചാട്ടെ. ഞാൻ അസ്തോദിൽ നിന്ന് നിവാസിയെയും അസ്കലോനിൽ നിന്ന് ചെങ്കോൽ പിടിക്കുന്നവനെയും ഛേദിച്ചു കളയും. അസ്കലോനിൽ നിന്ന് നിവാസി, അസ്തോദിൽ നിന്ന് ചെങ്കോൽ പിടിക്കുന്നവനെ. ഗാസയുടെ ബോർഡറിൽ ഇസ്രായേലിന്റെ 5 അതിർത്തിയുണ്ട്. കൊടവിളാകം, നെടുവാൻവിള, കാരക്കോണം, നിലമാമൂട് പോലെ. അതിന്റെ പേര് 1 അഷ്കലോൻ, 2 അസ്തോദ്, 3 ലൂദ്, 4 കിര്യാത് ഗട്ട്, 5 ബേർശബ. ഇത് ഇത്രയുമായി ഇസ്രായേൽ ഗാസയുടെ അതിർത്തി. ഉച്ചയ്ക്ക് നിങ്ങൾ കണ്ടില്ലേ, അസ്തോദിനകത്ത് മലയാളി പെൺകുച്ചുങ്ങൾ അപ്പച്ചമാരെ അമ്മച്ചിമാരെ എടുത്തുകൊണ്ട് ഓടിപ്പോയി. ഫാം ഹൗസിൽ ഓടിപ്പോയി. നൃത്തം ചെയ്തുകൊണ്ടിരുന്നവൻ്റെ കയ്യും കാലും അറത്തു. വണ്ടിക്കകത്ത് പെൺകൊച്ചുങ്ങളെ കെട്ടിയിട്ട് കഴുത്ത് പച്ചക്കറക്കുന്ന കാഴ്ച കണ്ടില്ലേ. അഷ്തോദിൽ നിന്ന് നിവാസികളെയും അഷ്കലോനിൽ നിന്ന് ചെങ്കോൽ പിടിക്കുന്നവർ, ബോർഡറിൽ നിന്ന് സകല ഇസ്രായേൽ പട്ടാളക്കാരെ ഹമാസിന്റെ പോരാളികൾ കൊന്നു. ഇസ്രായേൽ ഹമാസ് സംഘടന ഞങ്ങളുടെ ബൈബിളിനകത്ത് നമ്പർ 1. രണ്ടാമത്തെ സംഭവം മോള് വീണ്ടും എടുക്കാം. ഇരമ്യ പ്രവചനം 47, 5, 6, 7. ബൈബിളുള്ളവരെല്ലാം നോട്ട് ചെയ്തുകൊണ്ട് പോകണം. നിങ്ങളൊരു കോളേജിൽ നിന്ന് പഠിക്കുന്നവരെ നോട്ട് ചെയ്യാം. ഇസ്രായേൽ ഗാസ സംഘടന ഇരമ്യ പ്രവചനം 47, 5, 6, 7 വാക്യങ്ങൾ വായിച്ചാട്ടെ. ഗസയ്ക്ക് കഷണ്ടി വന്നിരിക്കുന്നു. ഗാസയ്ക്ക് കഷണ്ടി വന്നിരിക്കുന്നു. അപ്പൊ ചിലർ വിചാരിച്ചു പരിശുഭയ്ക്കെന്ന് ചില മുടിവെട്ടുന്ന ചേട്ടന്മാരെ ഗാസയെ കൊണ്ട് എല്ലാവരും മുടിവെട്ടിയെന്ന്. സ്വോത്രം. അതല്ല. ഈ ഹമാസിന്റെ ലീഡർമാരെ മുഴുവൻ ഇസ്രയേൽ കൊല്ലും. കഷണ്ടി, തല മാറ്റിക്കളയും. അതിൻ്റെ അർത്ഥം ഓൾ ദ ടോപ്പ് മോസ്റ്റ് ലീഡേഴ്സ് കിൽഡ് ബൈ ഇൻ മൊസാദ്. അതിൻ്റെ അവസാനത്തെ കണ്ണിയ നിങ്ങൾ കണ്ടു. ഹമാസിന്റെ ടോപ്പ് മോസ്റ്റ് ലീഡർ കഴിഞ്ഞ ദിവസം ഇറാനിൽ വെച്ച് കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പേര് ഇസ്മായിൽ ഹനിയ. ഇനി അടുത്ത ഒരുവനെയും കൂടെ നോക്കുക. എന്നിട്ട് ശേഷന്മാർ കൊടി താഴെ വെക്കും. അവൻ്റെ പേരാ യാഹിയ സിൻവാർ. ദാ കിടക്കുന്നു. എല്ലാ നേതാക്കളെയും നോക്കിക്കൊണ്ട്. അതുകൊണ്ട് ഇസ്രായേൽ പറയുന്നത് ഞങ്ങൾ അടങ്ങിയിരിക്കത്തില്ല.
the topmost leaders killed by Israel. ഹമാസ് മിലിറ്റന്റ് എവിടെ ഉണ്ടായാലും, നീ പാതാളത്തിൽ തുരന്ന് കയറിയാലും അവിടെ അവനെത്തും. ആമോസ്, നീ തുരങ്കത്തിനകത്ത് കയറിയാലും അവിടെ അവനെത്തും. സ്വോത്രം. ഇതെല്ലാം ക്ലിയറാ. അതുകൊണ്ടാണ് ലെബനോണിലെ ഹിസ്ബുള്ളയുടെ നേതാവ് തുരങ്കത്തിനകത്ത് ചപ്പാത്തിയോട് തിന്നപ്പോൾ അതിൻ്റെ അകത്തൂടെ അവൻ ബോംബ് കയറ്റി വിട്ട്, പെൻ ബോംബ്. സ്വോത്രം. അത്ര പാതാളത്തിനകത്ത് വരെ തുറന്നു പിടിക്കും. അവൻ്റെ ടെക്നോളജി വലുതാ. കണ്ടോ, ഗാസയ്ക്ക് കഷണ്ടി വന്ന് ടോപ്പ് ലീഡേഴ്സിനെ മുഴുവൻ കൊന്നുകളയും. അടുത്ത വാക്ക് വായിച്ചിട്ട് മോനെ. അവിടെ താഴ്വരയിലെ ശേഷിപ്പായി അസ്കലോൻ മുടിഞ്ഞുപോയി. ദാണ്ടെ കിടക്കുന്ന നമ്മുടെ കൊടവിളാകം പോലെ അഷ്കലോനിനെ ചുട്ടുകരിച്ചു കളഞ്ഞു. ഒക്ടോബർ 7 സൂക്കോത്ത് പെരുന്നാളിൽ എല്ലാ ഫാം ഹൗസ് തീയിട്ടു, മൃഗങ്ങളെ കൊന്നു. അപ്പച്ചന്മാരെ അമ്മച്ചമാരെ വയറ്റിനകത്ത് ഗർഭിണികളുടെ വയറ് വരെ കുത്തിത്തുളർന്നു. ഹമാസ് എല്ലാം കിടപ്പുണ്ട്. മൊബൈലിൽ നോക്കിയാൽ മതി. അടുത്ത വാക്ക് വായിച്ചട്ടെ. എത്രത്തോളം നീ നിന്നെ തന്നെ മുറിവേൽപ്പിക്കും. ഇസ്രായേലേ, എത്രത്തോളം നീ നിന്നെ തന്നെ മുറിവേൽപ്പാധികാരിക്കും. അടുത്ത വാക്ക്. അയ്യോ അയ്യോ, യഹോവയുടെ വാളേ, യഹോവയുടെ വാളേ. നീ എത്രത്തോളം വിശ്രമിക്കാതെ ഇരിക്കും. കഴിഞ്ഞ ഒരു വർഷമായി എല്ലാവരും കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. ഈ ഇസ്രായേൽ പലസ്തീൻ തുടങ്ങുമ്പോഴേ ഇവിടെ എല്ലാവർക്കും നെഞ്ചുവേദന വരും. സ്വോത്രം. ബിപിയും കൂടുവന്ന്. സ്വോത്രം. ഇതൊരു അന്ത്യകാലമാ. നീ എത്രത്തോളം വിശ്രമിക്കാതിരിക്കും. അടുത്ത വാക്ക് മോള് വായിച്ചാട്ടെ. നിന്റെ ഉറയിൽ കടക്ക, വിശ്രമിച്ച് അടങ്ങിയിരിക്കുക. നിങ്ങൾ വിചാരിക്കും യുദ്ധം അന്തിമ യുദ്ധം നടക്കത്തില്ല. ഇപ്പൊ ഈ ക്രിസ്മസ് എത്തുന്നതിന് വിട്ട് ഒരു വെടിനിർത്തൽ വരും. സ്വോത്രം. അതിന്റെ അർത്ഥം നിങ്ങളോട് പറഞ്ഞു തരാം. അമേരിക്ക തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത്. അമേരിക്ക ഭയങ്കര പുള്ളിക്കാരനാണ്. സ്വോത്രം. അവിടെ തെരഞ്ഞെടുപ്പിന് മുമ്പിട്ട് ഒരു വെടിനിർത്തൽ വരും. സ്വോത്രം. ക്രിസ്മസിന് മുമ്പ്. അത് കൊടുങ്കാറ്റിന് മുമ്പിട്ടുള്ള ശാന്തതയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്, യേശു ഇപ്പം വരുമെന്നും പറഞ്ഞിട്ട് ദയവ് ഇത് പണ്ടാരക്കോണത്തെ കുന്നുവിളയിലും റബ്ബറെന്നും എഴുതി വിറ്റുകളായിരുന്നു. സ്വോത്രം. ഇതെല്ലാം ഈറ്റുനോവിൻ്റെ ആരംഭമാണ്. യേശു വരണമെങ്കിൽ 3 കാര്യം നടക്കണം. ഒന്നുകൂടെ പറയാം. പലരും പറയും യേശു നാളെ വരുമെന്ന്. എൻ്റെ പൊന്നു ചേച്ചി, അങ്ങനെ പറയരുത്. രാജ്യത്തിൻ്റെ സുവിശേഷം ഭൂതലത്തിലൊക്കെയും സകല ജാതികൾക്കും സാക്ഷ്യമായി പ്രസംഗിക്കപ്പെടും. അപ്പോഴേ യേശു വരത്തോളൂ. വടക്കേ ഇന്ത്യയിൽ എത്ര സ്ഥലം കടന്ന് अभी आप लोग चल रहा है नॉर्थ इंडिया में कितना कितना गांव में किसी भाई बहन अभी तक सुनना नहीं है परमेश्वर हमारा मसीहा ഇതുവരെ കേൾക്കാത്ത എത്ര എണ്ണം കിടക്കുന്നു. സ്വോത്രം. നൈജീരിയ കിടപ്പുണ്ട്, ആഫ്രിക്ക. അവരും അറിയണം. ഓൺലൈൻ സൂം ഇതെല്ലാം അറിഞ്ഞിട്ടേ വരത്തോളൂ. രണ്ടാമത്തെ കാര്യം, ഇസ്രയേലിന് അംശമായ കാഠിന്യം വരും. ഒക്ടോബർ 7 ഇസ്രയേലിൻ്റെ ജീവിതത്തിൽ ഇതുവരെ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇത്രയും വലിയൊരു അടി കിട്ടിയില്ല. 3 പത്രോസ്ലീഹ പറഞ്ഞൊരു കാര്യമുണ്ട്. ചിലർ താമസം വിനാ വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിക്കാൻ അല്പ താമസിക്കുന്നത്. കുന്നുവിളയിലും പണ്ടാരക്കോണത്ത് ചിലരും കൂടി പെട്ടകത്തിൽ കടക്കണം, കരമുയർത്താം. സ്വോത്രം. അതുകൊണ്ട് 14ാമത് വർഷവും കർത്താവ് ഇവിടെ കൺവെൻഷൻ നടത്തുന്നത്. അതിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഈ 3 കാര്യം നടക്കാതെ യേശു നാളെ വരും മറ്റന്നാൾ വരുമെന്ന് പറഞ്ഞാൽ മുണ്ടക്കയത്തുകാരെ ഒരു പ്രവാചകൻ അമരവിള എന്ന് പറയും യേശു 2025 ഡിസംബറിൽ വരുമെന്ന് പറഞ്ഞാൽ അപ്പോഴേ ചായ മേടിച്ചു കൊടുത്ത് സ്ഥലം കാലിയാക്കണം. സ്വോത്രം. അവൻ്റെ പേര് കള്ളപ്രവാചകൻ എന്നാണ്. സ്വോത്രം. ആ നാളും നാടി ആർക്കും അറിയത്തില്ല. അങ്ങനെയെങ്കിൽ ഇതൊരു 3-ാം ലോക മഹായുദ്ധമാകത്തില്ല. നിങ്ങളോട് പറയുന്നു, കൊടുങ്കാറ്റിന് മുമ്പ് ഒരു ശാന്തത, ഇസ്രയേലുമായി ഒരു വെടിവെപ്പ് കരാറ് ഇവരെ ഒപ്പിടും താമസം വിനാ. വായിക്കാൻ 2ാമത്തെ പ്രവചനം കഴിഞ്ഞു. ഇരമ്യാവ് വായിച്ചു. അടുത്ത മോള് വായിച്ചാട്ടെ. ഇസ്രായേൽ ഗാസ സെബന്യാവിൻ്റെ പ്രവചനം. ബൈബിൾ എടുത്താട്ടെ. ഈ പത്രവാർത്ത എടുക്കണം, ബൈബിളും എടുക്കണം. സ്വോത്രം. സെബന്യാവ് 2, 4, 5, 6. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. നെയ്യാറ്റിൻകരയ്ക്ക് അടുത്ത് തിരുപ്പുറത്ത് CSI ചർച്ചിൽ എത്രയോ കൊല്ലം ഞാൻ പ്രസംഗിക്കാൻ വന്നു. അന്ന് ഒലിവുമല പ്രഭാഷ ഗുരു അതപ്പോൾ സംഭവിക്കും. മത്തായി 24. പിറ്റേന്ന് അച്ഛൻ മൈക്കെടുത്ത് ഒരു കാര്യം പറയാം. ഞാൻ ഇതുവരെ വിചാരിച്ചു കർത്താവ് വരത്തില്ലെന്ന്. പക്ഷേ ഇന്നലത്തെ പ്രസംഗവും കേട്ട് ഡെയിലി പേപ്പറും വായിച്ചപ്പോൾ എനിക്ക് പിടികിട്ടി യേശു വരുമെന്ന്. സന്തോഷമില്ലല്ലോ പണ്ടാരക്കോണത്തേർക്ക്. സ്വോത്രം. മത്തായി 24 പത്രവും കൂടെ വായിച്ചാൽ മതി. ഇപ്പം ഈ കുഞ്ഞുങ്ങൾ വായിക്കുന്നതും പേപ്പറൂടെ വായിച്ചാൽ മതി. വേറെ ഒന്നും പോകണ്ട, എല്ലാം അതിനകത്തുണ്ട്. മോള് വായിച്ചാട്ടെ. സെബന്യാവിൻ്റെ പ്രവചനം 2, 4, 5, 6 വാക്യങ്ങൾ വായിക്കാം. ഗാസ നിർജ്ജനമാകും. എല്ലാം പോയി. ഞങ്ങൾ ഇടയ്ക്ക് ടെലിവിഷൻ കാണണം. ഗാസയിൽ നിന്ന് കുഞ്ഞുങ്ങളുമായിട്ട് പെട്ടിയും കിടക്കെടുത്ത് 38 വർഷം ബെഥസ്ദ കുളക്കടവിൽ കടന്നവരെല്ലാം പോയി. 21 ലക്ഷം എണ്ണത്തിനെ പോയി. ഇസ്രായേൽ ഭയങ്കര കൊള്ളക്കാരനുമാണ്. ആള് പോകുന്നതനുസരിച്ച് എന്താ, അവൻ കമ്പിവേലിയും കെട്ടിക്കൊണ്ടിരിക്കുക. സ്വോത്രം. നമ്മുടെ പണ്ടാരക്കോണത്തെ ഒരു ചേട്ടൻ എവിടെ പോയി? സുൽത്താൻ ബത്തേരി പോയി. അവിടെ സർക്കാർ അവന് കൊടുത്തത് 5 ഏക്കറെ കൊടുത്തോളൂ. സ്വോത്രം. പണ്ടാരക്കോണത്തെ ചേട്ടനിലെ ബുദ്ധിയുണ്ടോ? വില്ലേജ് ഓഫീസർക്കും തഹസീൽദാർക്കും കൈക്കൂലി കൊടുത്ത് 15 കിലോമീറ്റർ ചുറ്റി കമ്പിവേലിട്ട്. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. കള്ളപ്പട്ടയം. സ്വോത്രം. അതുപോലെ ഇന്ന് ഗാസയ്ക്കകത്ത് ഓടുന്ന സ്ഥലത്തെല്ലാം അവൻ കമ്പിവേലി അടിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ട്രംപ് പറയുന്നു ഇനി അത് കൊടുക്കണ്ട. ഗ്രേറ്റർ ഇസ്രായേൽ അറബ് ലീഗ് ഇളകാൻ പോവുക. ഇതൊരു അന്തിമ സംഭവം. ഗാസ നിർജ്ജനം. ഇവ എല്ലാത്തിനെയും ഓടിച്ച് ഇപ്പൊ ഇരുമ്പ് കമ്പിവേലി ഇടുന്നു. ഇസ്രായേൽ ഗാസയെ കൈക്കലാക്കി. അടുത്ത വാക്ക് വായിച്ചാട്ട് മോളെ. അഷ്കലോൻ ശൂന്യമായി. ഒക്ടോബർ 7 നടന്ന സംഭവം. അഷ്കലോനകത്ത് ഇപ്പൊ പണിയില്ല, കുറെ ഫാം ഹൗസ് മാത്രം. അഷ്കലോൻ ശൂന്യമായി തീരും. അടുത്ത വാക്ക്.
അസ്തോദിനെ അവർ മധ്യാഹ്നത്തിൽ നീക്കിക്കളയും. അതാ അസ്തോദിനെ മധ്യാഹ്നത്തിൽ ഉച്ചയ്ക്ക് ആ മിസൈലെല്ലാം വന്നത് നിങ്ങൾ കണ്ടു. നിങ്ങളുടെ മൊബൈലിനകത്ത് നോക്കിയാൽ മതി. അഷ്കലോൺ കഴിഞ്ഞ അസ്തോദിനകത്ത് ഉച്ചയ്ക്ക് റോക്കറ്റും ഗ്രനേഡും എല്ലാം വരുന്ന കാഴ്ച മധ്യാഹ്നത്തിൽ നീക്കിക്കളയും. അടുത്ത വാക്ക് എക്രോന് നിർമൂലനാശം വരും. ആ ഗാസയിൽ ആദ്യം കയറും. നമ്മൾ നാഗർകോവിലിൽ പോകുമ്പോൾ ആദ്യം കളിക്കാവിള, അത് കഴിഞ്ഞ് കുഴിത്തറ, അത് കഴിഞ്ഞ് മാർത്താണ്ഡം, അത് കഴിഞ്ഞ് തക്കല, അതുപോലെ ഗാസ. എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാകൂ. അതുപോലെ ഗാസയിൽ ഒന്നാമത്തെ സ്ഥലം എക്രോൻ, രണ്ടാമത്തത് റാഫ, 3 ജാഫ്ലിയ, 4 സഗർ, 4 പട്ടണം, 374 കിലോമീറ്റർ ഈ ഗാസ. ഏഷ്യാനെറ്റിലെ ബിനുവിനോ മനോരമയിൽ അത് ജോണിക്കോ അല്ലെ മാതൃഭൂമിയിലെ സ്മൃതിക്കോ ഒന്നും ഒരു പുണ്ണാക്കും അറിയത്തില്ല. ഇതെല്ലാം ബൈബിളിനകത്തുണ്ട്. സ്വോത്രം. അവർ വരുന്ന വെടി പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല കാര്യമല്ലോ. അതിൻ്റെ ഗാസ ആദ്യം തന്നെ അവർ അടിച്ച് അതിന്റെ ആദ്യത്തെ ബോർഡർ എക്രോനെ തകർത്തു. അടുത്ത വാക്ക് വായിച്ചാട്ടെ. സമുദ്രതീര നിവാസികളായ ക്രേത്യജാതിക്ക് അയ്യോ കഷ്ടം. അയ്യോ! ഇസ്രായേലിന് ചുറ്റും അറബ് ലീഗിലെ രാഷ്ട്രങ്ങളെല്ലാം വിറയ്ക്കുക. ആര് വിറയ്ക്കുന്നു? ഉറക്കമുണ്ടോ? ലിബിയയ്ക്ക് ഉറക്കമില്ല, ഈജിപ്തിന് ഉറക്കമില്ല, ജോർദാനിന് ഉറക്കമില്ല, സിറിയയ്ക്ക് ഉറക്കമില്ല, യമൻ ഉറക്കമില്ല, ടുണീഷ്യയ്ക്ക് ഉറക്കമില്ല, അൾജീരിയയ്ക്ക് ഉറക്കമില്ല, അത് കഴിഞ്ഞ് ജോർദാൻ ഉറക്കമില്ല, ഇറാൻ ഉറക്കമില്ല. പിന്നെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വെളിനാട്ടിലായിരിക്കുന്ന ഗൾഫ് രാജ്യം സൗദി അറേബ്യ, കുവൈറ്റ്, ഖത്തർ, ബഹറിൻ, അവർക്ക് ഉറക്കമില്ല. സ്വോത്രം. അന്തം വിട്ട പ്രതി എന്തും ചെയ്യും. സ്വോത്രം. ഇപ്പോൾ എല്ലാ ഗൾഫുകാരും പേടിച്ചിരിക്കുക. യവന് പണ്ടേ ലെവലില്ല. സ്വോത്രം. എണ്ണപ്പാടത്തിലെങ്ങാനും തീയിട്ടാൽ നമ്മുടെ വെളിനാട്ടിലെ ചേട്ടന്മാരെല്ലാം നാട്ടിയിരിക്കും. സന്തോഷമില്ലല്ലോ. അതുകൊണ്ട് പ്രാർത്ഥിച്ചോണം. വെളിനാട്ടിൽ ഭർത്താക്കന്മാരുള്ള പെങ്കൊച്ചുങ്ങൾ കണ്ണീരോടെ പ്രാർത്ഥിച്ചോണം. ചേട്ടൻ വന്നാൽ നമ്മുടെ കാര്യം അധോഗതിയാണ്. സ്വോത്ര. അതുകൊണ്ട് കണ്ടോ, നല്ല വൃത്തിയായിട്ട് പ്രാർത്ഥിച്ചോണം. ഗൾഫ് രാജ്യങ്ങൾ മുഴുവൻ സമുദ്രതീര നിവാസിയായ ക്രേത്യജാതിയെ അയ്യോ നിനക്ക് കഷ്ടം. ഒറ്റ രാജ്യങ്ങൾക്ക് ഉറക്കമില്ല. ഈ ഒരു പ്രശ്നം 1 വർഷമായിട്ട് നടക്കുന്നു. സമുദ്രതീര നിവാസിയായ ക്രേത്യജാതിയെ നിനക്ക് അയ്യോ കഷ്ടം. അടുത്ത വാക്ക് വായിച്ചാട്ടെ. ഫെലിസ്ത്യ ദേശമായ കനാനേ, യഹോവയുടെ വചനം നിങ്ങൾക്ക് വിരോധമായിരിക്കുന്നു. കഴിഞ്ഞ 1 വർഷമായിട്ട് ഫെലിസ്ത്യൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. 3-ാമത്തെ പ്രവചനം ക്ലിയർ ആയില്ലയോ? 4-ാമത്തെ പ്രവചനം ഇസ്രായേൽ ഗാസ. നിങ്ങളുടെ പേപ്പറിനകത്ത് കണ്ടോ? ഇതൊറ്റ കാര്യമാണ് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. മലയാള മനോരമ വന്നൊരു വാർത്ത ഇതാ കിടക്കുന്നു. ദ വേൾഡ്. ഒരിടത്ത് റഷ്യ ഉക്രൈൻ, 2 ഇസ്രായേൽ. ഒറ്റ ദിവസത്തെ വാർത്തയാണ്. ഇതും ബൈബിളുമായിട്ടാണ് ഇന്നലെ രാത്രി തൊട്ട് ഞാൻ പ്രസംഗിക്കുന്നത്. ദ വേൾഡ്. ഒരിടത്ത് ഉക്രൈനിൽ റഷ്യയുടെ ആക്രമണം, 47 മരണം. ഇസ്രായേൽ ഹമാസ് ഒറ്റ ദിവസത്തെ വാർത്ത. സകലപത്രങ്ങൾ 33 മരണം. ബൈബിളിനകത്ത് അതാ ഇന്നലെ റഷ്യ, ഇന്ന് ഹമാസിലേക്ക്. 4-ാമത്തെ പ്രവചനം ഗാസ ഇസ്രായേൽ കോൺഫ്ലിക്റ്റ്. സെഖര്യാ പ്രവചനം 9-ാം അധ്യായം 5-6 വാക്യങ്ങൾ. സെഖര്യാ പ്രവചനം 9-ാം അധ്യായം 5-6 വാക്യങ്ങൾ. ഗാസ ഇസ്രായേൽ. മോൾ വായിച്ച് സഹായിച്ചാട്ടെ. അത് കണ്ട് ഭയപ്പെടും. ഇന്ന് വരെ ഇസ്രായേൽ 48 മെയ് 14 സ്വതന്ത്രമായത്. അവനിപ്പോൾ 76 വയസ്സായി. 2028 ആകുമ്പോൾ അവൻ എത്ര വയസ്സായി? 80 വയസ്സ്. അതുകൊണ്ട് ആ ബൈബിളിൽ വയസ്സിൻ്റെ കാര്യം എഴുതിയിട്ടുണ്ടല്ലോ. എന്താ ഒരു വയസ്സിൻ്റെ കാലം? ഞങ്ങളുടെ ആയുഷ്കാലം 70. ബാക്കി മിണ്ടുന്നില്ലല്ലോ. അമ്മച്ചിമാർ പറയുന്നുണ്ട് സ്വോത്രം. ചെറുപ്പക്കാരൊന്നും പറയുന്നില്ല. ഏറെ ആയാലും 80 സ്വോത്രം. ബാക്കി തരുന്നത് ബോണസാണ്. അപ്പോൾ അത്തി തളർത്ത കണ്ട ആരുണ്ട്? നിങ്ങൾ ആര് കണ്ടില്ലേലും നമ്മുടെ സഖാവ് VS അച്യുതാനന്ദൻ അത്തികളെ തളർത്ത തലമുറ കണ്ടതാ. എത്ര വയസ്സായി സഖാവിന്? 102. സച്ചിൻ 100 ഉള്ളായിരുന്നു, സഖാവ് 102 സ്വോത്രം. കണ്ടില്ലയോ? എത്ര നല്ല മനുഷ്യൻ അദ്ദേഹം. ഈ പിണറായി വിജയൻ സഖാവ് സത്യപ്രതിജ്ഞ ചെയ്തപ്പം ആരാണ്ടൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്. എല്ലാവരെയും പരിപ്പ് വട തിന്നിട്ടേ ഞാൻ പോകുന്നു. സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. കഴിഞ്ഞ ദിവസം ചതയ ദിനത്തിനും ബർമശലി ചാരി ഇരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളെപ്പോലുള്ള ഉപദേശകർ വിത്തൗട്ട് അടിക്കുന്നു, സഖാവ് ബർമശലി കുടിച്ചുകൊണ്ടിരിക്കുന്നു. സ്വോത്രം. അതുകൊണ്ടല്ലേ അന്ത്യകാലത്ത് പുള്ളിക്കാരർ പറഞ്ഞില്ലോ, ഇവിടുത്തെ ഏതെങ്കിലും രാഷ്ട്രീയക്കാർ പറഞ്ഞോ, പെന്തിക്കോസുകാർ പറഞ്ഞോ, CSIയിൽ അച്ഛൻ പറഞ്ഞോ, ബാർക്കോട് നടപ്പോൾ സഖാവല്ലയോ പറഞ്ഞത്? എവിടെ പറഞ്ഞെന്നറിയാമോ? സ്വോത്രം. ആണ്ട നിയമസഭ പറഞ്ഞു, സാർ ഒരുവൻ സർവ്വലോ നേടിയാലും അവന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ കേടാത്ത തീ ചാകാത്ത പുഴു. സ്വോത്രം. പരിശോധത്തിൽ പ്രസംഗിക്കാൻ സഖാവിന് വേണം ഒരു സ്വോത്രം. ഞങ്ങളുടെ ഉപദേശിമാർ പ്രസംഗിക്കാത്തതുകൊണ്ട് കാര്യം കാണാൻ കർത്താവ് അദ്ദേഹത്തിന് എടുത്ത് കണ്ടില്ല. പറഞ്ഞതുപോലെ എല്ലാത്തിൻ്റെയും പരിപ്പോടെ തിന്നിട്ടേ പോവും. പ്രാർത്ഥിച്ചോണ്ടാൽ മതി. സ്വോത്രം. കണ്ടോ? അവരൊക്കെ അത്തി തളർത്ത തലമുറ കണ്ടവരാ. അതാ യേശു പറഞ്ഞു, ഗുരു അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവ് ലോകത്തിൻ്റെ അവസാനം. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. അതിൻ്റെ കൊമ്പിളത ഇല തളിർക്കുമ്പോൾ വേനൽ. 70 കഴിഞ്ഞു, 80 കഴിഞ്ഞു. കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി 102 വയസ്സ് ജീവിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. നാഥൻ പറഞ്ഞ പ്രവചനം നിവർത്തി. ഈ
തലമുറയിൽ കർത്താവ് വരാൻ പോവുക. സ്വോത്രം. അതായത് സംഭവങ്ങൾ. അടുത്ത വാക്കുമ്പോൾ വായിച്ചാട്ടെ, വായിക്കാം. ഗസയും എക്രോനും കണ്ട് ഏറ്റവും വിറയ്ക്കും. ഇന്ന് വരെ ലോക ചരിത്രത്തിൽ പലസ്തീന്റെ മുനമ്പായ ഗസയും എക്രോനും കണ്ടത് വിറയ്ക്കും. അടുത്ത വാക്ക്, അവിടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുമല്ലോ. അറബ് ലീഗിന്റെ, എല്ലാവരും ഒരു മിനിറ്റ് ഇവിടെ നിൽക്കണം. അറബ് ലീഗിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരും. 57 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ അടി തുടങ്ങിയപ്പോൾ എവിടെ കൂടിയെന്നറിയാമോ? പറയാം. അവർ കൂടിയത് സൗദി അറേബ്യയിൽ. 57 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ. ഇറാന് നേതൃത്വം കൊടുക്കും. തുർക്കിയും പറഞ്ഞു ഈ അടി നിർത്തണം. സൗദി അറേബ്യ UN ജനറൽ സെക്രട്ടറിയോട് പറഞ്ഞു, സാറേ നിങ്ങളെല്ലാവരും കൂടെ പറയണം അടി നിർത്തണം. ഒന്നാമത് കൂടി എല്ലാവരും ചായ കുടിച്ചു പോയി. രണ്ടാമത് വീണ്ടും അവർ സൗദി അറേബ്യ റിയാദിൽ കമ്മിറ്റി കൂടിയപ്പോൾ ഇസ്രായേലിലെ പ്രധാനമന്ത്രിയോട് പറഞ്ഞ് അടി നിർത്തണം. അപ്പം പറഞ്ഞ് 1400 പേരെ കൊന്നപ്പോൾ ഓർക്കണമായിരുന്നു. ഞങ്ങൾ ഒരു രാജ്യത്തിൻ്റെ സൈഡ് പറയത്തില്ല. ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി പറഞ്ഞു, ഞങ്ങളിൽ ഒരുവനെങ്കിലും ഉണ്ടെങ്കിൽ ഈ യുദ്ധം ഞങ്ങൾ ജയിക്കും. 602 യുദ്ധവിമാനം, 150 പടക്കപ്പൽ. അത് കഴിഞ്ഞിട്ട് ഏറ്റവും നിർണായകമായി ഞങ്ങളോട് പറഞ്ഞു തരാം, 4 ലക്ഷം പട്ടാളക്കാർ. യഹൂദൻ അവൻ പറഞ്ഞൊരു കാര്യമാണ്, ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞൊരു കാര്യമാണ്. സ്വോത്രം. ഞങ്ങളിൽ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ജയിക്കാൻ ഞങ്ങൾക്കറിയാം. അതിൻ്റെ അർത്ഥം ഇന്നിവിടെ പ്രസംഗം കേൾക്കുന്ന ചെറുപ്പക്കാർ കേൾക്കണം, യവനെ റെഡിയാക്കാൻ പറ്റത്തില്ല. യവൻ്റെ കൈ 2 കാര്യരിപ്പുണ്ട്. 1998 ഇസ്രയേൽ ഒരു ബോംബുണ്ടാക്കി. അതിൻ്റെ പേര് എത്തനിക് ബോംബ്. അതിനകത്ത് നമ്മൾ കുഞ്ഞുങ്ങൾ പന്തെറിയുമ്പോൾ അപ്പൂപ്പന്താടി ഇറങ്ങുന്നത് പോലെ വൈറസ് ഇരിപ്പുണ്ട്. ആ വൈറസ് കണ്ടിട്ട് ചൈന വുഹാനിൽ നിന്നുണ്ടാക്കിയത് ഒരു പെങ്കൊച്ച് നമ്മുടെ രക്തം അങ്ങോട്ടും ഇങ്ങോട്ടും കലക്കിയപ്പം ചാടിയതുപോലെ അവക്കുള്ള കോട്ടിനകത്ത് ചൈനയെ ചാടിയിട്ട് വൈകിട്ട് മീൻകടയിൽ വന്ന് അവിടെ ഇറച്ചി മേടിക്കാൻ നിന്നപ്പോഴാണ് കോട്ടിൽ നിന്നിറങ്ങിയ വൈറസ് ആ ലോകത്തെ തീർത്തത്. സ്വോത്രം. അങ്ങനെയെങ്കിൽ അവൻ്റെ മൂത്ത ചേട്ടൻ ഇസ്രായേലിൽ ഇരിപ്പുണ്ട്. 1998 യവന്മാരുണ്ടാക്കി എത്തനിക് ബോംബ്. ക്രിക്കറ്റ് ബാൾ കുടയുന്നോലെ ഒന്ന് കുടഞ്ഞാൽ അപ്പൂപ്പൻ താടിയിൽ ഉപ്പിട്ട് വെക്കുന്നതെന്ന് പറഞ്ഞു എല്ലാത്തിനെയും പിടിക്കുമെന്ന്. സ്വോത്രം. അത് കഴിഞ്ഞിട്ട് 2, ഇന്ന് ഇസ്രായേലിൻ്റെ കൈ വേറൊരു സാധനം ഇരിപ്പുണ്ട്, വൈറ്റ് ഫോസ്ഫറസ്. വൈറ്റ് ഫോസ്ഫറസിൻ്റെ പ്രത്യേകത നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. ഞങ്ങൾ ഉപദേശിമാർ കൺവെൻഷൻ ഇറങ്ങുമ്പോൾ കുട്ടിക്കൂറ കുടയുന്ന പോലെ കുടഞ്ഞാൽ പിന്നെ മനുഷ്യൻ്റെ ശരീരം നൂരത്തില്ല. ബൈബിളിനകത്ത് വാക്യമുണ്ട്, സെക്കരിയ പ്രവചനം 14:12. മോള് വായിക്കത്തില്ല, നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിക്കണം. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ അവർ നിവർന്ന് നിൽക്കുമ്പോൾ അവർ കുനിഞ്ഞു പോകും. ആ വൈറ്റ് ഫോസ്ഫറസ് കുടഞ്ഞാൽ ലോക മനുഷ്യൻ മുഴുവൻ കുടയും. അതിൻ്റെ പേരാ നെർവസ് ന്യൂറൽ ഇൻഫെക്ഷൻ. അത് 2 ഉണ്ട്. ഇന്നാൾ UN ജനറൽ സെക്രട്ടറി ഇസ്രായേലിലെ പ്രധാനമന്ത്രിയോട് പറഞ്ഞു, എൻ്റെ സഹോദര ദയവ് ചെയ്ത് അത് കുടയരുത്. അപ്പോൾ ഇസ്രായേൽ പറഞ്ഞ് മര്യാദയ്ക്കിരുന്നില്ലേ കുടയൊന്നും. ഇന്ന് രാത്രി പണ്ടാരക്കോണത്തിരിക്കുന്ന ദൈവമക്കൾ മനസ്സിലാക്കണം, ഇന്നല്ലെങ്കിൽ നാളെ അവൻ ഇതെടുത്ത് കുടയും. പക്ഷെ ഇപ്പോൾ എന്തുകൊണ്ട് കുടയുന്നില്ല? അത് കുടയുന്നതിന് മുമ്പ് ഇവിടുന്നൊരു കൂട്ടം പോകേണ്ടി വരും. ആരാ? യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ മരണം കാണാതെ എടുക്കപ്പെടൂ. കുന്നുവിളയെ, കാലം സമീപം, ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങി വാ. നാഥൻ്റെ വരവിൻ്റെ ചിലമ്പൊലികൾ മുഴങ്ങാൻ കാലമായി. അങ്ങനെയെങ്കിൽ 4 ആക്രമണം ദാ കിടക്കുന്നു. അടുത്ത വാക്കൂടെ മോനെന്ന് വായിച്ചട്ടെ. അവരുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നു. അടുത്ത വാക്ക്, ഗസയിൽ നിന്ന് രാജാവ് നശിച്ചു പോകും. ഇനി നിങ്ങൾ കാണാൻ പോ ദൈവം അടി നിർത്തുന്നതിന് മുമ്പ് ഈ ഗാസയിലെ ഹമാസിന്റെ ലീഡർമാരെ മുഴുവൻ കൊല്ലും. അതാ ഗസയിൽ നിന്ന് രാജാവ് നീങ്ങിപ്പോകും. ഹമാസിന്റെ മുഴുവൻ ആൾക്കാർ ഇവൻ കൊന്നു തീർത്തിട്ട് ഇവന്റെ വാള് ഉറയിൽ കടക്കത്തുള്ളൂ. അടുത്ത വാക്ക് വായിച്ചാട്ടെ. നിവാസികൾ ഇല്ലാതെയാകും. ബോർഡർ ഞാൻ പറഞ്ഞ പോലെ പാറശാല നെടുമ്പാൻപിള്ള പറഞ്ഞതുപോലെ ബോർഡറിനകത്ത് നിന്ന് എല്ലാവരെയും അവർ മാറ്റിക്കളയും. 4 പ്രവചനങ്ങൾ. ഒക്ടോബർ 7 മുതൽ 1 വർഷമായി അടി നടന്നുകൊണ്ടിരിക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് 2ാമത്തവനെ ഇസ്രായേൽ അടിച്ചു, സിറിയ. 3ാമത്തവനെ അടിച്ചു, യമൻ. വായിക്കാം, നിങ്ങളുടെ പത്രവും ബൈബിളും നോക്കിയിട്ട് പറയണം കർത്താവ് വരുമെന്ന്. കുഞ്ഞു വായിച്ചാട്ടെ. യെശയ്യാ പ്രവചനം 17-ാം അധ്യായം 1-2 വാക്യങ്ങൾ. യമനെ അടിക്കുമോ? അത് കഴിഞ്ഞിട്ട് സിറിയയെ അടിക്കുമോ? വായിക്കാം. ദമസ്കസിനെ കുറിച്ച് പ്രവാചകം. ദമസ്ക് സിറിയയുടെ തലസ്ഥാന ഡമാസ്കസ്. അതുകൊണ്ട് ട്രിവാൻഡ്രം, തിരുവനന്തപുരമായി, ചെന്നൈ, മദ്രാസ്, ചെന്നൈ, ബാംഗ്ലൂർ, ബംഗളൂർ, അതുപോലെ പഴയ നിയമത്തിലേക്ക് വരുമ്പോൾ ദമ്മശേക്ക, ഇന്നത്തെ സിറിയയുടെ തലസ്ഥാനം ഡമാസ്കസ്. സിറിയയുടെ പച്ചക്കിട്ട് ഇസ്രായേൽ അടിച്ചു. വായിച്ചാട്ട് മോളെ. ഇതാ ദമേശക് ഒരു പട്ടണമായിരിക്കാതെ വണ്ണം, സിറിയ ഒരു പട്ടണമായിരിക്കാതെ വണ്ണം നീങ്ങിപ്പോയിരിക്കുന്നു. അതിന്റെ മതിലുകളെല്ലാം അടിച്ച് ശരിയാക്കുന്നു. അതാ കണ്ടത് സിറിയ കഴിഞ്ഞ വർഷം ബോംബ് സ്ഫോടനം. ഇസ്രായേലിന്റെ ഫൈറ്റർ. അടുത്ത വാക്ക്, അത് ശൂന്യ കൂമ്പാരമായി തീരും. അവൻ മിണ്ടാൻ പറ്റത്തില്ല. ഇസ്രായേൽ 2ാമത്തെ അടി. 1ഉം 2ഉം അല്ല. 1 ഹമാസ്, 2 സിറിയ. അടുത്ത യമനിലെ ഹൂത്തി വിമതർ. ആരാ യമനിലെ ഹൂത്തി വിമതർ? നിങ്ങൾക്കറിയാം, അവർ കടൽ കൊള്ളക്കാരെ പിടിക്കാൻ ഇന്ന് പൈസയില്ല, അമേരിക്കയിലും കാശില്ല.
അതുകൊണ്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി മോഡി സാറിനോട് അമേരിക്കക്കാർ പറഞ്ഞു 3-4 കപ്പലിനെ അങ്ങോട്ട് വിട്ടേക്കായി. ഇന്ത്യയുടെ കപ്പൽ ഇന്ന് ചെങ്കടലിൽ എണ്ണ കൊണ്ടുവന്ന കപ്പലുകൾക്ക് പിന്തുടരുക. അർത്ഥം നമ്മുടെ മന്ത്രി ശിവൻകുട്ടി സഖാവ് വരുമ്പോൾ പൈലറ്റ് വാഹനം വരുന്ന പോലെ ചെങ്കടലിലും സൂയസ് കനാലിലും ഇന്ന് എണ്ണക്കപ്പലുകൾക്ക് പിന്തുണ കൊടുക്കുന്ന ഇന്ത്യയുടെ നാവികസേനയിലെ 4 കപ്പൽ. അമേരിക്കയുടെ കാശില്ല, അതുകൊണ്ട് ഇന്ത്യ അത് ഏറ്റെടുത്തേക്കോ. സ്വോത്രം, കാര്യം റെഡിയായി. അങ്ങനെയെങ്കിൽ യമനെ കഴിഞ്ഞ ദിവസം അടിച്ചു. യമനിലെ എണ്ണ തുറമുഖ ഹുബൈദ ഇപ്പോൾ വായിച്ചേരും കുഞ്ഞ് അതിൻ്റെ മണ്ടക്കിട്ട് ഇസ്രായേൽ 2000 കിലോമീറ്റർ ദൂരെ നിന്ന് അടിച്ചു കൊടുത്ത് അടി ഇനിയും കാണാൻ പോവുക. ഇന്ന് രാത്രി ഞാൻ ഇവിടുന്ന് പോയാലും യമനെ കട്ടക്കിട്ടടിക്കും ഇസ്രായേലും അമേരിക്കയും. വായിക്കാം. അടുത്തത് ഹുദൈബ തുറമുഖം. വായിച്ചട്ടെ. പട്ടണങ്ങൾ നിർജ്ജനമായി. ഇതാ ഇന്ന് യമനിലെ ഹുദൈബ തുറമുഖം പച്ചക്കടിക്കും. നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ ഏഷ്യാനെറ്റിലും മനോരമയിലും വാർത്ത. 1 ഇസ്രായേൽ ഹമാസ്, 2 ഇസ്രായേൽ സിറിയ, 3 ഇസ്രായേൽ യമൻ, 4 അതാ ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ലബനോൻ. വായിക്കാൻ ലെബനോനെ അടിക്കുമോ? അതുകൊണ്ട് ബൈബിളിനകത്ത് അതാ സക്കറിയ പ്രവചനം. സക്കറിയ 11 പിന്മഴയുടെ കാലത്ത് യഹോവയുടെ മഴയ്ക്ക് വേണ്ടി അപേക്ഷിക്കുക. 12 സക്കറിയ 10 പിന്മഴയുടെ കാലത്ത് യഹോവയ്ക്ക് മഴയ്ക്ക് വേണ്ടി അപേക്ഷിക്കാം, അവൻ മിന്നൽ പിണറിനെ അയക്കും. 11 ലെബനോൻ കത്തും. 12 ജെറുസലേമിലേക്ക് ഇത് പോകും. 13 ആ കണ്ണുനീരിൻ്റെ നിലവിളിക്ക് വേണ്ടി ഉറവ തുറക്കും. 14 ഇന്ന് രാത്രിയിലെ പ്രസംഗാവസാനം അവൻ്റെ കാൽ ഒലിവുമലയിൽ ചവിട്ടും. ലോകാന്ത്യ സംഭവം. അതിനാസ്പദമായി ലെബനോനെ അടിക്കും. ബൈബിളിനകത്തുണ്ടോ ലെബനോനെ അടിക്കും? വായിക്കാം. കുഞ്ഞെടുത്താട്ടെ. സക്കറിയ പ്രവചനം 11:1-2 ഇന്നത്തെ ലെബനോൻ നിങ്ങൾ കാണുന്ന വാർത്ത. വായിച്ചാട്ടെ. ലെബനോൻ, സക്കറിയ. ലെബനോനെ ദേവദാരുക്കൾ തീക്ക് ഇരയായി തീരേണ്ടതിന് വാതിൽ തുറന്നു വയ്ക്കുക. കിടക്കുന്ന ഇതല്ലയോ കഴിഞ്ഞ ദിവസങ്ങളിൽ തൊട്ട് കാണുന്നത്. ലെബനോനിലെ 100 വില്ലേജ് ഇസ്രായേൽ റെഡിയാക്കി. നിന്റെ ദേവദാരുക്കൾ മുഴുവൻ കത്തിപ്പോകും. ലെബനോൻ നല്ല സൗന്ദര്യവും നല്ല ഗ്രാമീണമുള്ള രാഷ്ട്രമായിരുന്നു. അതുകൊണ്ടല്ലയോ പണ്ട് ഏതോ ഒരു പാട്ടുകാരൻ പാടിയില്ലേ, ദേവദാരു പൂത്തു. നല്ല പാട്ട്. സ്വോത്രം. പണ്ട് പാട്ട് കേട്ടവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. സ്വോത്രം. നിന്റെ ദേവദാരുക്കളെല്ലാം കത്തിപ്പോകും. അർത്ഥം നിന്റെ അരമനകളെ ദഹിപ്പിച്ചുകള്. 100 വില്ലേജ് ഇസ്രായേൽ പിടിച്ചെടുത്തു. അവൻ്റെ ലക്ഷ്യം ബെയ്റൂട്ട് എയർപോർട്ട്. ലെബനോനെ ഇസ്രായേൽ അടിക്കുമെന്ന് ഞങ്ങളുടെ ബൈബിളിൽ കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയ പത്രങ്ങൾ മുഴുവൻ വാക്കണം. അടുത്ത വാക്ക് വായിച്ചിട്ട് മോളെ. ദേവദാരു വീണു. അതാ ലെബനോൻ കത്തുന്നു. അടുത്തത് മഹത്തുക്കൾ ഹമാസ് കഴിഞ്ഞ് ഹിസ്ബുള്ളയുടെ സകല നേതാക്കളെ ഇസ്രായേൽ കൊല്ലും. അതാ ഹസൻ നസറുള്ള ഭൂമിയുടെ അടിയിരുന്നവനെ കൊന്ന് നിന്റെ സകല നേതാക്കളെയും കൊന്നുകളയും ലെബനോൻ. അടുത്തത് വൈര്. സരളവൃക്ഷമേ കിടക്കുന്ന പൂത്തുലഞ്ഞ ലെബനോനിനകത്തുനിന്ന് അനവധി കുഞ്ഞുങ്ങൾ ജീവനും കൊണ്ട് ഓടുന്ന കാഴ്ച. പെട്ടിയും കിടക്കയുമായിട്ടെല്ലാം ബെയ്റൂട്ട് വിട്ട് ഓടുന്ന സിറിയയിലേക്ക് അഭയാർത്ഥികൾ. സരളവൃക്ഷമേ നീ ഓളിയിടുക. അടുത്ത വാക്ക് ദുർഗവനം. ലെബനോനിലെ സകല പട്ടണങ്ങളെ പിടിച്ചെടുക്കും. സ്വോത്രം. നല്ല ക്ലിയറായിട്ട് 100 വില്ലേജ് ഇസ്രായേൽ അവിടെയും പിടിച്ചെടുത്തു. ഇത് ട്രംപിൻ്റെ അർജൻറ്റീന ഗ്രേറ്റർ ഇസ്രായേൽ. നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള ചേട്ടൻ കുടുംബമായിട്ട് UK പോയി. കമ്പിവേലി കിട്ടിയില്ലായിരുന്നു. നമ്മുടെ അച്ചായൻ എന്തോ ഇത് കമ്പിവേലില്ലാത്തതുകൊണ്ട് സർവക്കല്ല അങ്ങോട്ട് മാറ്റിയിട്ട് കരം ഉയർത്തുന്നവർക്കായി. സ്വോത്രം. അതുപോലെ സകല 100 വില്ലേജ് അവൻ്റെ കയ്യിലായി. ലെബനോൻ കരയുന്നു. അടുത്ത വാക്ക്. ബാഷാനിലെ കരുവേലകങ്ങളെ കിടക്കുന്നു. മിഡിൽ ഈസ്റ്റ് മുഴുവൻ കരയുന്നു. എത്ര രാഷ്ട്രങ്ങൾ? 5 ഇസ്രായേലിൽ കൂടെ കിടക്കുന്നവർക്ക് ഉറക്കമില്ല. ഈജിപ്തിന് ഉറക്കമില്ല. ജോർദാൻ ഉറക്കമില്ല. സിറിയയ്ക്ക് ഉറക്കമില്ല. ലെബനോൻ ഉറക്കമില്ല. പിന്നെ ഇറാനി എല്ലാവരും വീട്ടുമുറ്റത്തിരിക്കുക. എപ്പോഴവൻ്റെ അറ്റാക്ക് വരും. സ്വോത്രം. ബാഷാനിലെ കരുവേലകങ്ങളെ. ഒരു കാലത്ത് നിങ്ങൾക്ക് തണലായിരുന്ന യഹൂദൻ നിങ്ങൾക്കെതിരെ വരും. കരുവേലകങ്ങളെ ഹല്ലേലൂയ ഓളിയിടുക. അടുത്ത വായിച്ചാട്ടെ. ഇടയന്മാരുടെ മഹത്വം നശിച്ചിട്ട്. മതി മോളെ. ഒരു കാലത്ത് ലെബനോൻ ക്രൈസ്തവ രാഷ്ട്രമായിരുന്നു. അത് മാറി ഇടയന്മാരുടെ മഹത്വം നശിച്ചിട്ട് ഇന്ന് പോരാളികൾ കൈയടക്കുമ്പോൾ നീ കത്തിയെറിയുന്ന കാലമാകുന്നു. 4 കാര്യങ്ങൾ ഇന്ന് രാത്രി ഇപ്പോൾ നിങ്ങളോട്. 1 ഇസ്രായേൽ ഹമാസ്, 2 ഇസ്രായേൽ സിറിയ, 3 ഇസ്രായേൽ യമൻ, 4 ഇസ്രായേൽ ലെബനോൻ. 2 കാര്യം ഇപ്പം നമ്മുടെ കൺവെൻഷൻ നടക്കുന്നു. ഒന്നാമത്തെ കാര്യം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു. ഇറാനിൽ സകല ടെക്നിക്കൽ സൈഡും ഇസ്രായേൽ അടിച്ചു. സൈബർ അറ്റാക്ക്. പെട്രോൾ പമ്പിൽ പോയിട്ട് പെട്രോൾ അടിക്കാൻ പറ്റുന്നില്ല. ഞെക്കുമ്പോൾ തെളിഞ്ഞു വരുന്നില്ല. കമ്പ്യൂട്ടർ അവൻ കൊണ്ടുപോയി. സ്വോത്രം. ATM-നകത്ത് പൈസയും കിട്ടുന്നില്ല. ഇറാനി. എൻ്റെ പൊന്നുമക്കളെ, നമ്മുടെ കേരളത്തിൽ ഇത് വരാതിരുന്ന ഭാഗ്യം. അവനെ വിശ്വസിക്കാൻ പറ്റത്തില്ല. ഈ കമ്പ്യൂട്ടർ കമ്പനി പിള്ളേർക്കറിയാം. മൈക്രോസോഫ്റ്റ്, IBM, ഇൻറ്റൽ. ഇതിൻ്റെ ഹെഡ് ഓഫീസ് എല്ലാം എവിടെയാണെന്നറിയാമോ? പറഞ്ഞുതരാം. ഇസ്രായേലിലാണ്.
നമ്മുടെ ഉദയംകുളങ്ങര ട്രാൻസ്ഫോമർ പീസ് ഊരുന്ന പോലെ ഈ യഹൂദൻ ഒരു ദിവസം പീസ് ഊരിയ നമ്മുടെ വാട്സപ്പും പോവും, ഫേസ്ബുക്കും പോവും, ATM കാശിട്ടാൽ തെളിയത്തുമില്ല. ഹല്ലേലൂയ, പ്രാർത്ഥിച്ചാൽ മതി. എത്ര പേരന്ന് കരമനയാറ്റി ചാടുമെന്ന് നോക്കിയാൽ മതി. സ്വോത്രം എല്ലാവൻ്റെ കയ്യിലിരിക്കുക, യഹൂദൻ്റെ കയ്യിൽ. അതുകൊണ്ട് ഈ അറബ് രാജ്യങ്ങൾ കളിക്കാത്ത സ്വോത്രം. ദാണ്ട് ഇന്ന് ഇറാൻ്റെ രഹസ്യാന്വേഷണം, ബാലിസ്റ്റിക് മിസൈൽ, ബാങ്ക്, പെട്രോൾ പമ്പിൻ്റെ സിസ്റ്റം വരെ ബാർകോഡ് വെച്ച് കട്ട് ചെയ്തു. ലബനോന് പേജറെ കൊടുത്തോളൂ. ഇസ്രായേൽ പറഞ്ഞു ബാക്കി വരുന്നത് സ്വോത്രം. ദാ കിടക്കുന്ന ഇറാൻ. അത് കഴിഞ്ഞിട്ട് അടുത്തത് കേട്ടോണേ, ഒരിടത്ത് ഇറാൻ. അത് കഴിയുമ്പോൾ ഇന്ന് രാത്രി കഴിഞ്ഞ ദിവസം ഒരു വലിയ സംഭവം ഉണ്ടായി. പത്രക്കാർ ചിലർ റിപ്പോർട്ട് ചെയ്തു, ചിലർ റിപ്പോർട്ട് ചെയ്തില്ല. റഷ്യയുടെ ഒരു വ്യോമത്താവളം സിറിയക്കകത്തുണ്ട്. അതിൻ്റെ പേരാ അൽ കമീമി എയർബേസ്. അതിൻ്റെ മണ്ടയ്ക്ക് വിട്ട് ഓണത്തിന് പുട്ടുകച്ചവടം ഇസ്രായേൽ അടിച്ചിട്ടുണ്ട്. സ്വോത്രം. അൽ കമീമി എയർബേസ് എത്ര അടിയായി? അങ്ങനെയെങ്കിൽ താമസം വിന അറബ് ലീഗിൻ്റെ നേതൃത്വത്തിൽ 57 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ആരെ ആക്രമിക്കുവാൻ വരാൻ പോകുന്നു? ഇസ്രയേലിനെ ആക്രമിക്കുവാൻ വരാൻ പോകുന്നു. ഇതിൻ്റെ പേര് അന്തിമ യുദ്ധം. ഇതെവിടെ തുടങ്ങിയതാ? അബ്രഹാമിൻ്റെ വീട്ടിൽ തുടങ്ങിയതാ. ആരാ? പറഞ്ഞു തരാം. ഈസഹാക്കും ഇസ്മായിലും. 2 ഒരമ്മയുടെ ഉദരത്തിൽ 2 പിള്ളേരടി തുടങ്ങി, ഏശാവും യാക്കോബും. 3 മൂന്നാമത്തെ സെബീമൈനിൽ നടന്നു. ഏലാ താഴ്വര. അവിടെ ആരൊക്കെ അടിച്ചു? ദാവീദും ഗോലിയാത്ത്. ഇനി അവസാനത്തെ അടി ഒരിടത്ത് നടക്കുന്നു, ഒലിവുമലയുടെ താഴ്വര, യഹോശാഫാത്ത് താഴ്വര. ആ യുദ്ധത്തിൻ്റെ പേര് അന്തിമ യുദ്ധം. എന്നാൽ ആ യുദ്ധം അവിടെ മുഴങ്ങുന്നതിന് മുമ്പ് കാന്തൻ്റെ കാകളനാദം ഈ തലമുറയിൽ മധ്യാകാശത്തിൽ വെളിപ്പെടാൻ കാലമാ. ഇന്ന് രാത്രി പണ്ടാരക്കോണമേ, കുന്നുവിളയെ നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കല. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. അരിപ്പ കൊണ്ട് അരിക്കുന്നത് പോലെ ഇസ്രായേൽ ജനത്തെ ലോകജാതികളുടെ ഇടയിൽ ഞാൻ അരിച്ചു. ഒരു മണി പോലും ശേഷിച്ചില്ല. അവർ മടങ്ങി വന്നു. ഇസ്രായേലി സോദോമിന്റെ മണ്ണിനകത്ത് ഒരു തീ ഇറക്കി, അതിനകത്ത് നിന്ന് കൊത്തി വലിക്കുന്ന കത്തി പോലെ, ഒരു കൊള്ളി പോലെ നിന്നെ ഞാൻ വലിച്ചെടുത്തു. എങ്കിലും എൻ്റെ വാക്ക് നീ അനുസരിച്ചില്ലെങ്കിൽ നീ മുറിവേൽക്കാൻ പോകുന്നു. ഇസ്രായേലേ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. 4 വാക്യങ്ങളിലേക്ക് പോകുന്നു. അതിനു മുമ്പ് ഒരു കാര്യം. ദാണ്ട് ഈ വാക്ക് നമുക്ക് ഗാസ വാക്സിനേഷൻ. എന്താ വാക്സിനേഷൻ? പോളിയോ. എന്താ പോളിയോ? ഒരു ദിവസം ഇസ്രായേൽ യുദ്ധം നിർത്തി. ഇതുകൂടെ ചേർത്ത് ഇടവേളയിലേക്ക് പോകാം. എന്താ പോളിയോ? നമ്മുടെ വീട്ടിനകത്ത് 5 വയസ്സിൽ താഴെയുള്ള കൊച്ചു കുഞ്ഞുങ്ങളുമായിട്ട് സൗകര്യമാർ വന്നിട്ടുണ്ട്. 5 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഇന്ത്യ ഗവൺമെൻറ്, ശ്രീ നരേന്ദ്രമോദി സാർ, കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, സഹോദരി വീണ ജോർജ്, ഇവിടുത്തെ പെരുങ്കടവിള, അതുപോലെ തന്നെ പാറശാല ബ്ലോക്ക് പഞ്ചായത്ത് എല്ലാവരും ഒരു ജീപ്പിനകത്ത് അനൗൺസ്മെൻറ്റ്. അമ്മമാരെ ശ്രദ്ധിക്കുക, ചേച്ചിമാരെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ 5 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾ ദയവ് ചെയ്ത് നാളെ പോളിയോ ഉണ്ട്, രാവിലെ കൊണ്ടുവരിക. സ്വോത്രം. കണ്ടിട്ടില്ലേ? 2 സഹോദരിമാർ അമ്പർല ജോൺസ് കുടയായിട്ട് കുത്തിയിരിക്കത്തില്ല. സ്വോത്രം. ചേച്ചി കൊച്ചിനെ കൊണ്ടുവരാൻ തലേന്ന് വിളിക്കത്തില്ല. അന്ന് നമ്മുടെ പണ്ടാരക്കോണത്തെ സഹോദരിമാർ പലരും കൊച്ചുമായിട്ട് പോകത്തില്ല പോളിയോ എടുക്കാൻ. പാറശാല ഷീല കല്യാണമണ്ഡലത്തിൽ ചിക്കൻ കാലി തിന്നാൻ പോകും. സ്വോത്രം. അവസാനം കൊച്ചിന് പോളിയോ വന്നിട്ട് കർത്താവിനെ കുറ്റം പറയരുത്. കരം ഉയർത്തുന്നവർക്കായി നീ കൊടുക്കേണ്ടത് കൊടുക്കാതെ ചിക്കൻ കാല് തിന്നാൻ പോയാൽ നിൻ്റെ വീട്ടിനകത്ത് കൊച്ചു കാല് മുടന്നു. സ്വോത്രം. അതാ പോളിയോ. പിന്നെ പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചാരാ? PSCക്ക് വരുമ്പോൾ എൻ്റെ പേര് ഓർക്കണം. പോളിയോ വാക്സിൻ കണ്ടുപിടിച്ച ഒരു യഹൂദനാ. 100 കണ്ടുപിടുത്തവനാ. അവൻ്റെ പേരാ ജോൺ ലിറ്റിൽ വാക്സ്. അതെന്താ പോളിയോ? നമ്മുടെ വീട്ടിൽ ഒരു കുഞ്ഞ് കാല് മുടന്തി കിടക്കാതിരിക്കുന്നത് ഏറ്റവും നിർണായകമായി ഇന്ത്യ ഗവൺമെൻറ്, കേരള ഗവൺമെൻറ് ഫ്രീ ആയി കൊടുക്കുന്നു. കൊണ്ടു ചെന്നാൽ മതി. നാക്കിലോട്ട് തുള്ളി മരുന്ന് പോളിയോ. അത് വരാനിരിക്കുന്ന പോളിയോയ്ക്ക്. എന്നാൽ ഇന്ന് രാത്രി പണ്ടാരക്കോണത്തെ കുന്നുവിളയിലും ഒരു പോളിയോ മനുഷ്യന് വന്നിട്ടുണ്ട്. അതിൻ്റെ പേരാ പാപം. പാപത്തിൻ്റെ വിത്തുകൾ, മദ്യപാനം, പുകവലി, കഞ്ചാവ്, മയക്കുമരുന്ന്, ഇതൊക്കെ മാറുവാൻ ഏത് തുള്ളിമരി കൊണ്ട് കൊടുക്കും? പറയാം. ഇവിടെ കുന്നുവിള ഒരു ചെറുപ്പക്കാരൻ, അവൻ്റെ ശരീരത്തിൽ പാപം. നെയ്യാറ്റിങ്കര ആശുപത്രിയിൽ ചെന്ന് ഡോക്ടറോട് പറഞ്ഞു, സാറേ എൻ്റെ ശരീരത്തിൽ പാപമുണ്ട്, മരുന്ന് തരാം. ഡോക്ടർ പറയും കടക്ക് പുറത്തുനിന്ന്. സ്വോത്രം. അത് കഴിഞ്ഞിട്ട് ആരാണ്ട് അവനോട് പറഞ്ഞു, തിരുവനന്തപുരത്ത് ജനറൽ ആശുപത്രിയിൽ പോയി ചിലപ്പോൾ തന്നെ ട്രിപ്പ് 7 വർഷം കൊണ്ട് മാറ്റി തരുമോ? അവൻ ജനറൽ ആശുപത്രിയിൽ ചെന്ന് അവിടെ ചെന്നപ്പോൾ അവരോട് പറഞ്ഞു, എന്നെ 7 ദിവസം ട്രിപ്പ് ഇടണം, എൻ്റെ അകത്ത് ഭയങ്കര പാപം. അവർ പറഞ്ഞു കറുവാപ്പസി പൊക്കോളാൻ പറയും. സ്വോത്രം. അതിൻ്റെ ഇടയ്ക്ക് ആരണ്ട് വരും, തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജ് ചെന്നാൽ മതി. ചിലപ്പോൾ നിൻ്റെ പാപ ഈ അപ്പൻഡിക്സ് കെട്ടിക്കിടക്കുന്ന കൂടായിട്ട് കെട്ടിക്കിടക്കും. അതിനെ വേണം കീ ഹോൾ ചെയ്യാം. സ്വോത്രം. അവൻ അവിടെ ചെന്ന് തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജ് സർജനെ കണ്ടിട്ട് പറഞ്ഞു, സർജനോട്, സാറേ എൻ്റെ അകത്ത് ഭയങ്കര പാപം, കള്ളു കുടിക്കണം, കഞ്ചാവ് അടിക്കണം, അതുകൊണ്ട് ഈ പാപത്തെ ഒന്ന് വലിച്ചെടുക്കണം. പുള്ളി പറഞ്ഞ് സ്ഥലം വിടാം. അപ്പോൾ ആരാണ്ട് അവസാനം പറഞ്ഞു, എടാ കുഞ്ഞെ, ഇവിടെ രക്ഷയിൽ നീ RCC ചെല്ലും, കിടന്നാൽ മതി, റേഡിയേഷൻ അടിക്കാമെന്ന്. അവിടെ ചെന്നൊരു അപ്പോയിൻമെൻ്റ് എടുത്ത് ഡോക്ടറോട് പറഞ്ഞു, സാറേ ക്യാൻസറിൽ എൻ്റെ വയറ്റിനകത്ത് പാപം ഉണ്ടെന്ന് റേഡിയേഷൻ ചെയ്യുമെന്ന്. ഡോക്ടർ പറഞ്ഞു വീട്ടിൽ പോകാൻ. സ്വോത്രം. ഇന്ന്
ഇന്ന് രാത്രി നിന്റെ പാപത്തിന് ആൻറ്റിബയോട്ടിക് ഇല്ല, നിന്റെ പാപത്തിന് സർജറി ഇല്ല, നിന്റെ പാപത്തിന് റേഡിയേഷൻ ഇല്ല. എന്നാൽ ഇന്ന് രാത്രി പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി പണ്ടാരക്കോണത്ത് 11ാമത് കൺവെൻഷനിൽ ഞങ്ങളൊരു വാക്സിനെ പരിചയപ്പെടുത്തുന്നു. അതിൻ്റെ പേരത്രേ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്ത. കരമുയർത്തുന്നവർക്ക് ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവറിയുടെ കൊലക്കളത്ത് പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി കുഞ്ഞാട് അറുക്കപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രി അവൻ്റെ രക്തം നിന്റെ ചെറിയ പാപമല്ല, വലിയ പാപമല്ല, സകല പാപത്തെയും പോക്കുവാൻ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം ഇന്ന് രാത്രി നിങ്ങളെ കഴുകട്ടെ. ഒരു രാത്രി കൂടി പണ്ടാരക്കോണത്തോട് മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം യേശുവിൻ്റെ നാമം. ജാതി ജാതിയോട് നിൽക്കുന്നു, രാജ്യം രാജ്യങ്ങളോട് നിൽക്കുന്നു, യുദ്ധവും ക്ഷാമവും ഭൂകമ്പവും അവിടെ നടക്കുന്നു. ഇതെല്ലാം വീറ്റുന്നോവിൻ്റെ ആരംഭം. സുനാമി തിരകൾ കടലിനെ മുടക്കുന്നു. അപ്പോൾ തന്നെ 1 ഗ്രാം വൈറസിൻ്റെ ബാക്കിയായി മങ്കി പോക്സ് ഇവിടെ ആഞ്ഞടിക്കുമ്പോൾ നമ്മുടെ ബൈബിളിലുള്ള പ്രവചനങ്ങൾ നിവർത്തിയാൽ അതിൻ്റെ നടുവിൽ ഇനി വരുവാനുള്ളവൻ വാര്. പണ്ടാരക്കോണമേ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. റഷ്യയുടെ നേതൃത്വത്തിൽ 57 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഇസ്രയേൽ വളഞ്ഞിട്ടടിക്കുന്ന ഒരു കാലം വരാറായി. ആ കാലത്തിൽ യഹൂദൻ നിലവിളിക്കാറായി. അവൻ്റെ നിലവിളി ഇവിടെ ഉയരുന്നതിന് മുമ്പ് യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുക. മേഘങ്ങളെ തേരാക്കി എൻ്റെ കാന്തൻ മടങ്ങി വരാറായി. പണ്ടാരക്കോണമേ, ഒരു രാത്രി കൂടി ഗലീലാ പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് യേശു പോയതുപോലെ മടങ്ങി വരും. ഇതെല്ലാം കാണിക്കുന്ന കാന്തൻ്റെ വരവന്. ഇന്ന് രാത്രി രക്ഷിക്കപ്പെടാത്തവർ രക്ഷിക്കപ്പെടട്ടെ, മാനസാന്തരപ്പെടാത്തവർ മാനസാന്തരപ്പെടട്ടെ. ഒരു തീരുമാനമെടുക്കാത്തവർ ഇന്ന് രാത്രി കരങ്ങളെ ഉയർത്തി കർത്താവിന് വേണ്ടി തീരുമാനമെടുക്കട്ടെ. ഇനി വരുവാനുള്ളവൻ വരും, കാലമേറെയില്ല. Now we are going a short break.